എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാലോ അല്ലേ? സപ്പോസ് നമ്മള് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലത്തീഫായി പറഞ്ഞ പോലെ സൺഡേ ചർച്ചയില് SEO മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വിധത്തിൽ ആലോചിച്ചാൽ നല്ലതാണെന്ന് തോന്നും, പക്ഷെ വേറൊരു വിധത്തിൽ ആലോചിച്ചാൽ അത് ബോറുമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. SEO മാത്രമല്ല, എല്ലാ ഫീൽഡിലും നിന്നുള്ള ആൾക്കാരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് SEO മാത്രം പോവുക എന്ന് പറയുന്നത് എന്റെ ഒരു ആംഗിളിൽ നിന്ന് പറയുന്നതിൽ അതൊരു ബോറായിട്ടുള്ള പരിപാടിയാണ്. പല ഏരിയയിൽ നിന്നും വരണം, പല പല ടോപ്പിക്കുകളെ കുറിച്ച് ക്ലാസ്സുകൾ വേണം. SEOന്റെ ഇത് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ എടുത്തു തീർക്കും. അത് ഗോയിങ് ഫോർവേഡ് ഒരാഴ്ചയിലായിട്ടൊക്കെ നമുക്ക് എടുത്തു തീർക്കാം. പക്ഷെ എന്നാൽ ഇതിന്റെ ഇടയിൽ നമുക്ക് പറ്റിയ ഇഷ്ടം പോലെ ടോപ്പിക്കുകളുണ്ട്. ഇപ്പൊ നേരത്തെ ലത്തീഫായി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇഷ്ടം പോലെ ടോപ്പിക്കുകളുണ്ട്. നമ്മൾ ഈ ജനറൽ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ ഇനി ഞാൻ അഗെയിൻ പറഞ്ഞാലും തന്നെ പിന്നെയും പറയുന്നു, ഇനി അങ്ങോട്ടേക്കുള്ള കാലത്തിന് വേണ്ടി നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുക. തമാശയായിട്ട് കരുതരുത്. തമാശയായിട്ട് കരുതി വെറുതെ സ്ലോ ആവുന്ന ആൾക്കാർ വളരെ പെട്ടെന്നായിരിക്കും ഡ്രാസ്റ്റിക്കലി ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അങ്ങോട്ടേക്ക് ഏത് ഫീൽഡാണെങ്കിലും കേട്ടോ, അതായത് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ SEO ഫീൽഡിൽ മാത്രം ആണ് ഞാൻ ഈ പറയുന്ന കാര്യമുള്ളതെന്ന് വിചാരിക്കരുത്. ഗോയിങ് ഫോർവേഡ് എല്ലാ ഫീൽഡിലും. ഞാനിപ്പോ ആരോടാണ് ഈ അടുത്ത ഗ്രൂപ്പിലാണ് ഇട്ടെന്നത്, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇത് ഞാൻ ഗ്രൂപ്പിലാണ് ഇട്ടെന്നൊരു ഓർമ്മ എനിക്ക്. കക്ഷിയുടെ ജോലി പോയി. എന്റെ ഒപ്പം പഠിച്ചൊരു കക്ഷിയാണ്. അത്രയും ഇതായിട്ടുള്ളതാണ്. അറൗണ്ട് മോശമില്ലാത്ത ഒരു നല്ല ഫിഗർ സാലറി ഉള്ള ഒരു കക്ഷി, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന കക്ഷി. കക്ഷിന് ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. കക്ഷിന് മാത്രമല്ല, അതേപോലെ ഈസി ആയിട്ട് വളരെ പെട്ടെന്നാണ് ആ കമ്പനി പറഞ്ഞു വിടുന്നതിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളിയുടെ ആ സ്ഥാനങ്ങളിലേക്ക് അവര് പകരം കൊണ്ടുവന്നിരിക്കുന്ന കക്ഷികളെയാണ്. അതാണ് നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ട പോയിന്റ്. പുള്ളിയുടെ ജോബ് പോകാൻ കാരണം പുള്ളി ചെയ്യുന്ന ജോബിന് പുള്ളിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള സാലറിയെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി സാലറി ഉണ്ട്, 10 lakh ആ റേഞ്ച് പ്രതീക്ഷിക്കും. അപ്പോ മന്ത്ലി കേട്ടോ. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് ആ കമ്പനി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ആ പുള്ളി ചെയ്യുന്ന ജോബിനെ പുള്ളിയുടെ അതേ സ്കിൽ സെറ്റും മറ്റുമുള്ള മറ്റൊരാളെ AI കൊണ്ടിട്ട് ചെയ്യിക്കാമെന്നുള്ളതാണ്. അതായത് ഇതിന്റെ പകുതി കോസ്റ്റ് ആ കമ്പനിക്ക് വരുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്ന കേസാണോ. മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ സംഭവിച്ചു തുടങ്ങിയാണ്. ടോപ്പ് ലെയറിലുള്ള കമ്പനികളിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന പ്രതിഭാസമാണ് ഞാൻ പറഞ്ഞത്. അത് താഴേക്കുള്ള കമ്പനികളിലേക്ക് എത്താൻ, അതായത് താഴേക്കുള്ള കമ്പനി ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്താനായിട്ടും, അതേപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അത് കൊമേഴ്സ് ആവട്ടെ എന്ത് ഫീൽഡ് ആവട്ടെ, അവിടേക്ക് ഇതെത്താനായിട്ട് വർഷങ്ങളൊക്കെ എടുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തോറ്റുപോവുകയുള്ളൂ. ഇതൊക്കെ വരുന്ന മാസങ്ങൾക്കുള്ളിൽ എത്തും. അവിടെ ഇപ്പൊ ടോപ്പ് ലെയറിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ അറിയിച്ചെന്നുള്ളൂ. അത് പേടിപ്പിക്കാനൊന്നും പറയുന്നല്ല ഞാൻ. അവിടെ പുള്ളി എന്റെ ഈ ഫ്രണ്ട് അവിടെ നിന്ന് ഔട്ടാവാൻ കാരണം പുള്ളിക്ക് AI കുറിച്ച് AI റിലേറ്റഡ് ഒരു ടൂളിലും പുള്ളി ഒരു കാര്യവും ചെയ്തിട്ടില്ല. പുള്ളി പതിപോലെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, ക്ലയൻസിന്റെ ഇത് നടക്കുന്നു, പഴയ രീതിയിൽ തന്നെ എക്സലില് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു, ആ രീതിയിൽ പോകുന്നു. കുറച്ച് ChatGPT യൂസ് ചെയ്യുമെന്നല്ലാതെ പുള്ളി അതിനകത്തൊരു പുള്ളിയുടെ വർക്കിനെ ഒരു ഇതിലേക്കൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. അത് ആ ഒരൊറ്റ കാരണത്തിലാണ് പുള്ളിനെ പറഞ്ഞു വിടുന്നത്. അത് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് അസസ്മെന്റ് ഒന്നും നടത്തിയിട്ടൊന്നും ആയിരിക്കില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത് അസസ്മെന്റ് നടത്തി നിങ്ങൾക്ക് AI അറിയാമോ, AI ടൂൾസ് അറിയാമോ, അങ്ങനെയല്ല. ഇത് നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഈ വലിയ കമ്പനികളിൽ ആക്ച്വലി അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഞാനിപ്പോ ഔട്ട് ഓഫ് ടോപ്പിക് ഉണ്ടാവും സംസാരിക്കുന്നത്, നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നിട്ടില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത്തരം കമ്പനികളിൽ ഈ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് ഇത് കൊടുക്കുന്ന പുറത്തുള്ള ഏജൻസികൾക്ക് ആയിരിക്കും. HR ഏജൻസികൾക്ക്. ഒരു മമ്മൂട്ടിയുടെ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പടത്തിന്റെ പേര് ഓർക്കുന്നില്ല. പുറത്തൊരു ഏജൻസിക്ക് ആയിരിക്കും അവർ കൊടുക്കുന്നത്. അവര് ഇവരെ കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ട് അവരേറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ഈ കമ്പനീനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ ഏറ്റവും നമ്പർ 1 ടാർഗറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സാലറീഡ് ആയിട്ട് മേടിക്കുന്ന ഹൈ ആ പൊസിഷനിൽ നിൽക്കുന്നവരായിരിക്കും ഇതിൽ നിൽക്കുന്നത്. അതായത് വേറൊരു കാറ്റഗറി ടീമോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കമ്പനികൾ ചാടി ഈ സാലറി വർദ്ധിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചാടി ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് പോകുമ്പോഴേക്കും 30% ഹൈക്ക് ഒഴിച്ച്, പിന്നെ അടുത്ത കമ്പനിയിലേക്ക് ചാടി 30% ഹൈക്ക് ഒഴിച്ചിട്ട് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനും വളരെ എബോവ് ആയിട്ട് സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർ ടാർഗറ്റഡ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചോ, ഭയങ്കര ഡേഞ്ചറസിലായിരിക്കും അങ്ങനെയുള്ളവര്. കാരണം ഈ ഇത്തരം ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ എന്താണെന്നറിയോ, അവരുടെ പോളിസി
ചെറിയ സാലറി മേടിക്കുന്ന 10-20 ആൾക്കാരെ കളയുന്നതിനേക്കാളും നല്ലത് വലിയ സാലറി മേടിക്കുന്ന ഒരാളെ കളയുന്ന എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും അവരെടുക്കുക. മനസ്സിലായില്ല, വലിയ പ്രശ്നങ്ങൾ ഒഴിവാകും കമ്പനിയിൽ ഒരാളെ പറഞ്ഞു. കാരണം അയാൾക്ക് എളുപ്പത്തിൽ വേണം ജോലി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് ലെയറിലുള്ള കമ്പനികളിൽ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എയുടെ ഇമ്പാക്ട് വെച്ചിട്ട്. അതറിയാവുന്ന ആൾക്കാർ അവരുടെ പൊസിഷൻ കൺഫേം ചെയ്യുകയും അറിയാത്ത ആൾക്കാർ ഔട്ടായി തുടങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസം തുടങ്ങിയിട്ടുണ്ട് MNC-കളിൽ. എന്റെ ഒരു കാഴ്ചപ്പാടില് അത് ഒരു താഴത്തെ ലെയറിലേക്ക് എത്താനായിട്ട് കൂടിപ്പോ ഒരു 10 പോട്ടെ കൂടിപ്പോ ഒരു വർഷം അത്ര ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് 2026 മിഡില് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതിനു മുമ്പേ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതിനുവേണ്ടി വേറെ വലിയ മാജിക്കുകളൊന്നും കാണിക്കണ്ട. നമ്മുടെ ഫീൽഡിലുള്ള വർക്കുകള് ഒന്ന് നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആവണം. ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അതായത് കുറച്ചറിയാം അത്യാവശ്യം ചെയ്യും എന്നുള്ള ആളുകളെ ഇനി ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. അത് SEO ആണെങ്കിലും ശരി, കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും ശരി, ഡിസൈനിങ് ആണെങ്കിലും ശരി, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ മിനിമത്തിൽ ചെയ്യാനായിട്ടേ ഈ എനിക്കറിയാം. ഒരു മിനിമം ക്വാളിറ്റിയിൽ ഇമേജ് ചെയ്യും, മിനിമം ക്വാളിറ്റിയിൽ കണ്ടന്റ് ചെയ്യും, എന്തും മിനിമം ക്വാളിറ്റി ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ ആ ഒരു ക്വാളിറ്റി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ, അല്ലെങ്കിൽ വേറെ ഒരു എക്സ്പെർട്ടുകൾ അല്ലാത്ത ഒരു മിനിമം നോളജ് ലെവലിലുള്ളവരാ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യം വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരേ സമയം നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ സബ്ജക്ട്, ഇപ്പൊ SEO ആണെങ്കിൽ അത്, പെയ്ഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അത്, എന്താണെങ്കിലും ആ ഒരു ഏരിയയിൽ നിങ്ങളുടെ നോളജ് എക്സെപ്ഷണൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് തിങ്, ഞാൻ എപ്പോഴും പറഞ്ഞത്, ആ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ നോളജിലേക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, അതായത് നിങ്ങളുടെ ഈ നോളജ് ചെയ്യാനായിട്ട് നിങ്ങൾ 1 മാസം സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ സാധിക്കണം. എന്താണ്, ഡിഫറെന്റ് ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ടുണ്ട്. അത് AI ബേസ്ഡ് ടൂളുകളാവാം, ഏജന്റുകളാവാം, എന്ത് വേണേലും ആവാം. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏജന്റുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് അറിയണം. ഏജന്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏജന്റുകളൊക്കെ യൂസ് ചെയ്യും. കുറച്ചധികം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതായത് വെറുതെ ഇരിക്കാൻ ഇനി സമയമില്ല എന്ന് വിചാരിച്ചു. കാരണം അത്രമാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത് വരുന്ന, ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ അപ്സ്കിൽ ചെയ്ത് അതിനോടൊപ്പം പോവുക. അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ അപ്സ്കിൽ ചെയ്ത് പോകുന്നുണ്ടാവും, നിങ്ങളുടെ ചുറ്റുമപ്പുറത്തുള്ളവരൊക്കെ അപ്സ്കിൽ ചെയ്യാത്തവരൊക്കെ കൊഴിഞ്ഞു വീഴുന്നത് കാണാൻ പറ്റും. പുതിയ ആൾക്കാർ ഫീൽഡിലേക്ക് കയറി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഞാൻ ഈ പറഞ്ഞത് എന്താന്നുള്ള അതിന്റെ ഒരു അന്തസത്ത പിടികിട്ടിയോ? ഓക്കെ. ആർക്കെങ്കിലും എന്തൊരു ഡൗട്ടായ ഏരിയയിലുണ്ട് ചോദിക്കാത്തത്? ഔട്ട് ഓഫ് ടോപ്പിക്കാണ്. പക്ഷെ എനിക്കിത് ഞാൻ കിട്ടാവുന്ന സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എനിക്ക് അതിന്റെ ഭീകരത എനിക്ക് മാത്രമല്ല പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് ഒരു 2 സൈഡ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് ഇപ്പുറത്തൊരു സൈഡില് ഭീകരത മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന തന്നെ ഞാനൊരു 100% ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEO ഫീൽഡിലുള്ള ഒരു മനുഷ്യനല്ല. എന്റെ ഒരു 20-30% മാത്രമാണ് ഞാൻ ഈ SEO അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ കൂടുതൽ ഞാനുള്ളത് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് സൈഡിലാണ്, പ്രോഗ്രാമിംഗ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എന്റെ ഒരു നല്ലൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സുഹൃത്തുക്കൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ്, ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ എന്റെ കൂടെ പഠിച്ചവരാണെങ്കിലും എന്റെ ഇതുള്ളവരൊക്കെ എന്ന് വെച്ചാൽ എന്റെ പ്രായത്തിലുള്ളവരായിട്ടും കൂടുതൽ എനിക്ക് മിംഗ്ലിംഗ് വരുന്ന ഇപ്പുറത്തെ സൈഡാണ്. അപ്പൊ ആ സൈഡിൽ നടക്കുന്ന ഈ പറയുന്ന ഡെവലപ്മെന്റ് ആയ ഏരിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും കുറച്ചറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഒരുങ്ങി തന്നെ ഇരുന്നോ, ഇല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് വരും. ഓക്കെ. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് നന്നാകാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് കണക്കാക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പിച്ചോ, വരുന്നു എന്റെ ജോബ് പോകും, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ജോബ് ഉണ്ടാവില്ല എന്ന് തെറ്റാണത്. പകരം 100 മടങ്ങ് ജോബായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. SEOയിലാണെങ്കിലും ശരി, എന്തിലാണെങ്കിലും, ഡിസൈനിങ്ങിലാണെങ്കിലും ശരി, ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിലും, കോഡിങ്ങില്, എന്ത് സാധനങ്ങളിലും 100 മടങ്ങ് ജോബായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പണ്ടാലോചിച്ചാൽ കമ്പ്യൂട്ടർ വരുമ്പോ ജോബുകളെല്ലാം പോകും എന്ന് വിചാരിച്ചു കൊടുത്ത് കമ്പ്യൂട്ടർ വന്ന ശേഷം ജോബുകൾ 10 മടങ്ങ് ക്രിയേറ്റ് ചെയ്തത്. അത് ചെയ്യുന്ന രീതി വ്യത്യാസമായി. ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ജോബുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ആലോചിച്ചാൽ മാത്രം ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ജോബുകൾ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്നതുപോലെ തന്നെ വരുമ്പോ ജോബുകൾ ഇല്ലാതാവില്ല. ആ ഉപയോഗിച്ചിട്ടുള്ള ജോബുകളില്ലേ, ഇതുവരെ ഇല്ലാത്ത പോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജോബുകൾ ഇനി മുന്നോട്ട് വരും. അപ്പൊ ആ ഫീൽഡിൽ നമ്മൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കാം. ഓക്കെ. അപ്പൊ കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കളയുന്ന ഓരോ ദിവസവും ഓരോ ആഴ്ചയും നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക ഈ ഫീൽഡിൽ. അത്രമാത്രം മനസ്സിലാക്കും. ഞാനൊരു ചുമ്മാ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇതിനകത്ത് SEOയിലുള്ളവരാണ് എല്ലാവരും അല്ലെ?
ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം, അത് ചെയ്തവരൊന്ന് കൈപോക്കണം കേട്ടോ. ഇതിനകത്ത് ഈ സെർച്ച് കൺസോളിലെ ഡാറ്റ ബിറ്റ്കോറിലേക്ക് അപ്ലോഡ് ചെയ്തവർ എത്ര പേരുണ്ട്? കൈവെക്കാമോ? ഈശ്വര, അഭിനവ്, ഒരാൾ മാത്രം. എന്തായാലും അതൊക്കെ ചെയ്യണോട്ടോ. അത് ഞാൻ നോക്കട്ടെ, പറ്റിയ ഏതെങ്കിലും ദിവസം സൺഡേ ഏതെങ്കിലും, ഇപ്പൊ ഉറപ്പ് പറയുന്നില്ല, ഈ സൺഡേ ചർച്ചയിൽ കാണിച്ചു തരാൻ ശ്രമിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇത് കാരണം ഇത് ഞാൻ ഈ പറഞ്ഞത് അതൊരു വലിയ ടാസ്ക് അല്ല, അത് നമ്മൾ പഠിക്കാൻ കിടക്കുന്ന ഒരു വലിയ മഞ്ഞുമലയിലേക്ക് അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ മുമ്പ് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ചെയ്യാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുക്കും, ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ. പക്ഷെ ഇത് ചെയ്താൽ മാത്രം അങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രിപ്പയർ ചെയ്തിരിക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് ടോപ്പിക്കൽ മാപ്പാണ്. അപ്പൊ ഈ ടോപ്പിക്കൽ മാപ്പ് എന്നുള്ളത് കേട്ടവരൊന്ന് കൈവെക്കാമോ? ഈ ടോപ്പിക്കൽ മാപ്പ് നിമിഷ, അത് പ്രിയദർശിനി, കുറച്ചുപേരൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഷഫന, അഭിജിത്ത് ഒക്കെ കേട്ടോ. ആർക്കെങ്കിലും വന്ന് മുന്നോട്ടൊന്ന് പറയാമോ എന്താ ഈ ടോപ്പിക്കൽ മാപ്പ് എന്ന്? സർ, നമ്മുടെ കോണ്ടന്റിലെ ടോപ്പിക് സബ് ടോപ്പിക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് കോണ്ടന്റ് എഴുതുന്നതിനെ ടോപ്പിക്കൽ മാപ്പിംഗ് എന്ന് പറയും. കറക്റ്റാണ്, 100% കറക്റ്റാണ്. അത് തന്നെയാണ് എന്റെ ആൻസർ, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ സൈറ്റ് മാപ്പ് എന്ന് എല്ലാവരും കേട്ടാണ്. ഒരു വെബ്സൈറ്റിന്റെ മാപ്പാണ്, ഒരു വെബ്സൈറ്റിലെ എൻറ്റയർ പേജസ്, അതിനകത്തുള്ള എല്ലാ പേജസുകളുടെയും ഒരു മാപ്പ്, അതിന്റെ എൻറ്റയർ പേജസിലെ ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഫയൽ, അതാണ് സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്, സൈറ്റിന്റെ മാപ്പ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾക്ക് SEO ചെയ്യാനുള്ള വെബ്സൈറ്റിൽ നമ്മൾക്ക് ഒരു കണ്ടന്റ് സ്ട്രാറ്റജി നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറി വന്നിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, നമ്മൾ ആദ്യം ടോപ്പിക് ഐഡന്റിഫൈ ചെയ്തിട്ട് ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്തും. ഈ ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ എഴുതണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ഈ എഴുതണത് തന്നെ ആദ്യം ഏത് എഴുതണം, പിന്നെ ഏത് എഴുതണം, ഏതൊക്കെ തമ്മിൽ ഇന്റേണൽ ലിങ്കിങ് ചെയ്യണം, അങ്ങനെ 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 നമുക്ക് പലതും തോന്നും, പല ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. ആ ഐഡിയകളൊക്കെ നമ്മുടെ തലയിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ഐഡിയ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്കത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഫയലായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ, ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന രീതി, അല്ലൊരു ഗ്യാങ് ആയിട്ടൊക്കെ കൂട്ടമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും നമുക്കത് നമ്മളുടെ ഈ തലയിലുള്ള കാര്യങ്ങൾ ഒരു ഫയലിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അതാണ് ഈ ടോപ്പിക്കൽ മാപ്പ്. അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ആ വെബ്സൈറ്റിൽ നമ്മൾ പല ടോപ്പിക്കുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് റാങ്ക് ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കിൽ അതോറിറ്റി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ടോപ്പിക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്കിലൊക്കെ എന്തൊക്കെ എഴുതണം എന്നുള്ള പ്ലാനിങ്ങും നമ്മൾ പല റിസർച്ച് ഒക്കെ നടത്തി കണ്ടുപിടിക്കും. അപ്പൊ അതെല്ലാം നമ്മളൊരു ഫയലിൽ അതെല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതും. ഈ ഫയല് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, ഓ ഈ ഇന്ന നമ്മുടെ ഭാഷയിൽ ബ്ലോഗ് പോസ്റ്റുകൾ, ആർട്ടിക്കിൾസ്, പേജസ് എന്നൊക്കെ പറയുന്നത് ഇന്ന സംഭവങ്ങളാണ് ഈ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. ഐഡിയ കിട്ടും, ഇന്ന സംഭവങ്ങളാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ അത് മാത്രമല്ല കിട്ടുക, കുറച്ചും കൂടി ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഇന്ന ആർട്ടിക്കിൾസിലേക്ക് ലിങ്ക് ചെയ്യണം എന്നൊരു ഐഡിയ കൂടി. അതായത് നമ്മൾ മുമ്പ് പഠിച്ച ടോപ്പിക്കൽ റെലവൻസ്, ആ ഒരു പേജിന്റെ റെലവൻസ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേജ് അതിനോട് വളരെ ക്ലോസ് ആയി കിടക്കുന്ന മറ്റു പേജുകളിലേക്ക് ലിങ്ക് ചെയ്യണം. അപ്പൊ അത് നമ്മൾ പലപ്പോഴും കണ്ടന്റ് എഴുതുമ്പോൾ വിട്ടുപോകും. കാരണം നമുക്ക് ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടന്റ് എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കണ്ടേ. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ വളരെയധികം പ്ലാൻ ചെയ്തിരിക്കുന്നു, ഇന്ന 4 ആർട്ടിക്കിളിലേക്ക് അത് ലിങ്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്ലാനും ഉണ്ട്, ആ ആർട്ടിക്കിളിൽ നിന്ന് നമ്മുടെ മെയിൻ പില്ലർ പേജ് ഇല്ലേ, നമ്മുടെ മെയിൻ പില്ലർ പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് പേജോ പ്രൊഡക്റ്റിന്റെ പേജോ എന്താണെങ്കിലും ആ മെയിൻ പില്ലർ പേജിലേക്കും ലിങ്ക് ചെയ്യണമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഈ പ്ലാൻ ഈ ടോപ്പിക്കൽ മാപ്പിൽ പറയണം. എന്നാലേ നമ്മൾക്ക് കണ്ടന്റ് എഴുതുന്ന സമയത്ത് ആ കണ്ടന്റ് റൈറ്റർക്ക് അതിനനുസരിച്ച് കണ്ടന്റ് എഴുതാൻ സാധിക്കും. കാരണം ആ ബുദ്ധി ആദ്യമേ വേണം. കാരണം ഇന്ന സ്ഥലങ്ങളിലേക്ക് ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സ്ട്രാറ്റജിക്കലി അതിനകത്തോട്ട് ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ ആ കണ്ടന്റ് എഴുതി പോകണം. അപ്പോഴേ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് മുഴുവൻ എഴുതി കഴിഞ്ഞ ശേഷം പലരും ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പായിരിക്കും ചെയ്യുന്നു. പലപ്പോഴും അങ്ങനെയുള്ളവരൊന്ന് ചെറുതെ ഒന്ന് ചുമ്മാ കൈവോക്കണം കേട്ടോ. പലപ്പോഴും മിക്ക ആൾക്കാരും ചെയ്യുന്ന എന്തായിരിക്കും അറിയോ,
ഒരു കണ്ടന്റ് അങ്ങോട്ട് കിട്ടും. കണ്ടന്റ് കിട്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു വായനയും ഏതൊക്കെ ലിങ്ക് ചെയ്യാൻ സാധിക്കുമെന്നൊരു തപ്പലായിരിക്കും. ഇവിടെ ഈ സാധനം ലിങ്ക് ചെയ്യാലോ, ആർട്ടിക്കിളിലേക്ക് ലിങ്ക് ചെയ്യും. ഇങ്ങനെ വായിച്ചു, ഇവിടെ ആർട്ടിക്കിളിലേക്ക് ലിങ്ക് ചെയ്യാലോ, ഇവിടെ നിന്ന് ഒരു ലിങ്ക് കൊടുക്കും. ഇവിടെ ആർട്ടിക്കിളിലേക്ക് ലിങ്ക് ചെയ്യാലോ, അങ്ങനെ ലിങ്ക്. ഇങ്ങനെ ചെയ്യുന്നവരൊന്ന് കൈവക്കാവും. നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയ ശേഷം മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചിട്ട് ലിങ്ക് ചെയ്യാവുന്നിടത്തൊക്കെ ലിങ്ക് ചെയ്തു പോകും. ആരും ഇങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ശരി, ഞാൻ വിശ്വസിച്ചു. ഓക്കെ, പക്ഷെ നേരെ മറിച്ചാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യരുതെന്നല്ല കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചു പോവുക, നമ്മൾ ലിങ്ക് ചെയ്യാനൊക്കെ ലിങ്ക് ചെയ്യുക. പക്ഷെ അതിലുപരി നമ്മൾ ഓർഗാനിക്കലി കണ്ടന്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പേജ് വേറെ ഏതൊക്കെ പേജുകളിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള പ്ലാൻ കൂടി ഈ കണ്ടന്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിങ്ങിന്റെ ഓർഡർ വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അത്രയോ ഞാൻ പറഞ്ഞത്. എപ്പോഴും റെലവൻസ് കൂട്ടുന്നത് നമ്മുടെ വെക്ടർ സ്പേസിൽ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനങ്ങൾ ആദ്യം. അപ്പൊ ആ ലിങ്കിങ് വരെ റെലവൻസ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഭവത്തിന് ഏറ്റവും ആദ്യത്തെ ലിങ്ക്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും റെലവൻസ് കൂടും. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മളൊരു സൈറ്റിലെ കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുകൾ, ഓരോ ടോപ്പിക്കുകളും നമ്മൾ എഴുതേണ്ട സബ് ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് എഴുതേണ്ട ഓരോരോ കണ്ടന്റുകൾ, ഒരു ബ്ലോഗ് പോസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോ ടോപ്പിക്കുകൾ, ഒരു ബ്ലോഗ് പോസ്റ്റ്, ഇത് കംപ്ലീറ്റ് നമ്മളൊരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫയൽ ഉണ്ടാക്കാം. പൊതുവെ എക്സൽ ഷീറ്റ് ആണ് പലരും യൂസ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും എങ്ങനെ ഉണ്ടാക്കാം എക്സൽ ഷീറ്റ്. ഞാൻ എന്തായാലും 2 സാമ്പിൾ കാണിച്ചു തരാം. നെറ്റിൽ അവൈലബിൾ ആണ്. നെറ്റിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനകത്ത് എക്സൽ ഫയലിലേക്ക് നമ്മൾ ഇന്ന ബ്ലോഗ് പോസ്റ്റുകൾ എഴുതണം എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ടോപ്പിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കേസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ അതിനകത്ത് ശ്രദ്ധയിൽ വരുന്നത് മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾക്കൊരു വെബ്സൈറ്റിൽ കൊണ്ടുവരേണ്ടത് ടോപ്പിക്കൽ അതോറിറ്റിയും ടോപ്പിക്കൽ റെലവൻസും ആണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു, വെക്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിൽ, അതായത് സിമാറ്റിക് സ്പേസിൽ, ഇതിനകത്ത് ഗൂഗിൾ ഈ ഇത്തരം AI ആണെങ്കിലും ഇത്തരം മോഡൽസ് എല്ലാം തന്നെ ഇതിന്റെ റെലവൻസ് എപ്പോഴും കണക്ക് കൂട്ടുന്നത് ഡിസ്റ്റൻസുകളിൽ നിന്നാണ്. ഡിസ്റ്റൻസുകളിൽ നിന്ന്, എൻറ്റിറ്റികളിൽ നിന്ന്, അതിന്റെ ഒരു പ്രോബബിലിറ്റിയിൽ നിന്ന്, അതിന്റെ കോൺഫിഡൻസ് സ്കോറിൽ നിന്നൊക്കെയാണ് ഇത് അളക്കുന്നത്. അപ്പോ എപ്പോഴും വളരെ ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ അതിന്റെ റെലവൻസ് വർദ്ധിച്ചു വരും. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ. അപ്പോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ എൻ്റെ ടോപ്പിക്കൽ മാപ്പിനെ എപ്പോഴും നോക്കിക്കാണാനായിട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ടോപ്പിക്കൽ മാപ്പിൽ അത് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏറ്റവും മുകളിൽ വന്നത് നല്ലതാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ആദ്യം അത് വരുന്നു, പിന്നെ അതിനോട് കുറച്ചും കൂടി ഇതായിട്ടുള്ളത് വരുന്നു. അങ്ങനെ എഴുതി പതുക്കെ റെലവൻസി കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് എഴുതിപ്പോയാൽ വലിയ തെറ്റില്ല. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നമ്മളൊരു 100 ആർട്ടിക്കിൾ പ്ലാൻ ചെയ്തു ഒരു വെബ്സൈറ്റിലേക്ക്, 100 ആർട്ടിക്കിൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 100 ആർട്ടിക്കിൾ പ്ലാൻ ചെയ്തപ്പോ ഇതിനകത്തൊരു 50 ആർട്ടിക്കിൾ വളരെ റെലവെന്റ് ആണ്, വളരെ ചേർന്ന് നിൽക്കുന്ന, വളരെ റെലവെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ആ ഒരു ടോപ്പിക്കായിട്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും ബാക്കി ഒരു 50 എണ്ണം റെലവെന്റ് ഒക്കെയാണ്, എന്നാലും നമ്മുടെ മുമ്പത്തെ 50 എണ്ണത്തിന്റെ അത്രയും റെലവൻസി അല്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്ത് പറ്റി, 100 ആർട്ടിക്കിൾസിന്റെ ഐഡിയ ഉണ്ട്. ഈ 100 ആർട്ടിക്കിൾസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എഴുതേണ്ട ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഇതിനൊരു പ്രത്യേക അറേഞ്ച്മെന്റ് ഒന്നും കൊടുത്തില്ല. നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഇട്ടു, 1 2 3 4 എന്ന് പറഞ്ഞിട്ടു. അപ്പൊ അബദ്ധത്തിൽ ഈ റെലവൻസി കുറഞ്ഞ 50 എണ്ണം ആദ്യം വന്നെന്ന് വിചാരിക്കും. ആ റെലവൻസ് കൂടിയ 50 ആർട്ടിക്കിൾസ് അവസാനമാണെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടന്റ് റൈറ്ററെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ChatGPT ഓട്ടോമേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ടന്റിന് വേണ്ടി അവിടെ നമ്മളിത് സെറ്റ് ചെയ്തപ്പോ ആ ക്രമത്തിലാണല്ലോ എഴുതി പോവുക, നമ്മൾ കൊടുത്ത ക്രമത്തിലല്ലേ എഴുതി പോവുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ വെബ്സൈറ്റിൽ ആദ്യം വരുന്ന കണ്ടന്റുകളൊക്കെ റെലവൻസി കുറഞ്ഞ കണ്ടന്റ് ആയിരിക്കും, ചേർന്ന് നിൽക്കുന്ന കുറച്ച് അകന്ന കണ്ടന്റുകളായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ആലോചിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടന്റുകൾ പോകും. ആ ഒരു ടോപ്പിക്കിന് പറ്റിയ കണ്ടന്റുകളാണ് ഈ പോകുന്നത്. ഇത്ര മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മിസ്സായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകള് താരതമ്യേന റെലവൻസി കുറഞ്ഞ കണ്ടന്റുകളാണ്. അതായത് ഈ പേജിന്, ഈ വെബ്സൈറ്റിന്റെ ഒരു ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിപ്പിക്കുന്നതിലും അതല്ല ഒരു ഇൻഡിവിജ്വൽ പേജിന്റെ റെലവൻസി, നമ്മുടെ മെയിൻ പില്ലർ പേജോ എന്തിന്റെ ആണെങ്കിലും അതിന്റെ റെലവൻസി വർദ്ധിപ്പിക്കുന്നതിലും വെബ്സൈറ്റ് സ്ലോ ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ
റെലവൻസ് കുറഞ്ഞതാണ്, റെലവൻസ് കൂടിയ കണ്ടന്റുകൾ വരാനിരിക്കുന്നുള്ളൂ. ആ കണ്ടന്റുകൾ വരുമ്പോഴാണ് ഈ വെബ്സൈറ്റിന്റെ ഒരു അതോറിറ്റി കൂടുതലായിട്ട് വർദ്ധിക്കുകയും ഈ മെയിൻ പില്ലർ പേജിന്റെ മറ്റേ റെലവൻസി കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ആ കണ്ടന്റ് വരുമ്പോഴായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു അറേഞ്ച്മെന്റ് മാറിയത് കൊണ്ട് മാത്രം നോക്കിയേ ഈ സൈറ്റ് റാങ്ക് ചെയ്യുന്നതിൽ സ്ലോ ആവും, പതുക്കെയായിരിക്കും വരുന്നത്. അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടന്റിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് അതങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏറ്റവും റെലവൻസി കൂടിയ കണ്ടന്റുകൾ നമ്മൾ ടോപ്പിൽ ഇട്ടിട്ടിട്ട് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ അല്ലെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ആദ്യത്തെ കുറച്ച് ആർട്ടിക്കിൾസ് ചെല്ലുമ്പോഴേക്കും ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ചെല്ലുന്നത്. അപ്പോഴേക്കും എന്ത് പറ്റും? ഈ സൈറ്റിന്റെ അതിനകത്തുള്ള ഒരു ടോപ്പിക്കിൽ അതോറിറ്റി വർദ്ധിക്കാൻ തുടങ്ങും. അത് മാത്രമാണോ, നമ്മൾ ഇത് ലിങ്ക് ചെയ്യുന്ന മറ്റു പേരുകളുണ്ടല്ലോ, അതായത് നമ്മുടെ മെയിൻ പില്ലർ പേരോ ഈ പറഞ്ഞ സർവീസ് പേര് ഇതിന്റെ എല്ലാം ടോപ്പിക്കിൽ റെലവൻസ് വർദ്ധിക്കാൻ തുടങ്ങും. ഓർക്കുക, ടോപ്പിക്കൽ അതോറിറ്റി സൈറ്റ് വൈഡ് ആണ്, ടോപ്പിക്കൽ റെലവൻസി ഡോക്യുമെന്റ് വൈസ് ആണ്. അപ്പൊ അതിന്റെ റെലവൻസിയും വളരെ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങും. അതായത് മുമ്പത്തെ ആദ്യത്തെ 50 ആർട്ടിക്കിൾ ഇട്ടപ്പോ കിട്ടിയ റിസൾട്ടിനേക്കാളും 10 മടങ്ങ് വേഗതയിലും നല്ല സ്ട്രോങ് ആയ റിസൾട്ടുമാണ് ഈ 50 ആർട്ടിക്കിൾ ആദ്യം ഇട്ടപ്പോ കിട്ടിയത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം, ഈ ഇടുന്ന ആർട്ടിക്കിൾസിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് കൂടി എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് എറ്റാത്ത സ്റ്റെപ്പ് നമ്മൾ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നു, സബ് ടോപ്പിക്കൽ ഐഡന്റിഫൈ ചെയ്യുന്നു, പല വിധത്തിലുള്ള കോമ്പറ്റീറ്റർ അനാലിസിസും കീവേഡ് റിസർച്ചും പല ടൂളുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാവുന്ന കുറെ കണ്ടന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത് ഇത്ര ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് ഈ ഷീറ്റിൽ നമ്മൾ എഴുതുന്ന ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ ഇട്ടിട്ട് പോകുമ്പോൾ എഗെയിൻ ആ ടോപ്പിക്കുകളുടെ ഒരു ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത്ര ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? വലിയ സംഭവങ്ങളില്ല. നമ്മളൊരു വെബ്സൈറ്റിൽ സാധാരണ പലർക്കും പറ്റുന്ന വെബ്സൈറ്റിൽ വെറുതെ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യും, അതൊരു ഓർഡറില്ലാതെ എഴുതും, തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നിക്കണം, ആ സൈറ്റ് വളരെ പെട്ടെന്ന് റാങ്ക് ചെയ്യുന്നു, പക്ഷെ ഈ സൈറ്റ് വളരെ സ്ലോ ആണല്ലോ റാങ്ക് ചെയ്യുന്നത്. അവൻ 20 ബ്ലോഗ് എഴുതിയുള്ളൂ, ഞാൻ 60 ബ്ലോഗ് എഴുതി. പക്ഷെ അവൻ എഴുതി 20 ബ്ലോഗും നമ്മൾ എഴുതിയ 60 ബ്ലോഗും തമ്മിൽ അതിന്റെ ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ടോപ്പിക്കൽ റെലവൻസ് വർദ്ധിപ്പിക്കുന്നതിനും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ വേറെ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ചെറിയ കാര്യം അതെപ്പോഴും നിങ്ങൾ ഓർത്തു വയ്ക്കുക. വളരെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ബേസിക്കലി ഒരു മനുഷ്യനും അങ്ങനെ തന്നെയല്ലോ, ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞാൽ അതിനെ തൊട്ടടുത്ത കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് അറിയേണ്ടത്. നേരെ മറിച്ച് വളരെ ദൂരെയുള്ള അതായിട്ട് ബന്ധുവില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചല്ല ആദ്യം അറിയേണ്ടത്, അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു കല്യാണം നിശ്ചയം അല്ലൊരു ആലോചന വന്നു, ചെക്കന്റെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം അറിയേണ്ടത് ആലോചന എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ ടോപ്പിക്ക് കല്യാണ ആലോചന എന്ന് വിചാരിക്കും, ചുമ്മാ പറയുന്നുണ്ടോ, റിയലിസ്റ്റിക് അല്ല. അപ്പോ ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതായിരിക്കും, ചെക്കന്റെ പേരെന്താണ്, യെസ്. ചെക്കന്റെ നാട് എവിടെയാണ്, യെസ്. ചെക്കന്റെ ജോലി എന്താണ്, യെസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം വരേണ്ട ടോപ്പിക്കിൽ തന്നെ, അല്ലെ? നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകേണ്ടത്. ഓക്കെ, ചെക്കന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഓക്കെ. അങ്ങനെ 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 പതുക്കെ 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 ചെക്കന്റെ ക്വാളിഫിക്കേഷൻ, ചെക്കന്റെ ഹൈറ്റ്, ചെക്കന്റെ ഫോട്ടോ, ചെക്കന്റെ കൂട്ടുകാർ, ചെക്കന്റെ ബന്ധുക്കൾ, പതുക്കെ പതുക്കെ പോകും. അല്ലാതെ നേരെ മറിച്ച് ഇങ്ങനെയാണോ, കല്യാണാലോചന വന്നു, ചെക്കന്റെ പേരോ നാടോ വീടോ ചോദിക്കുന്നതിന് പകരം ചെക്കന്റെ അമ്മാവൻ എന്ത് ചെയ്യുന്നു എന്നാണോ ആദ്യം പറയേണ്ടത്? ആലോചിക്കുക, അവിടെ എന്തൊരു ഇതില്ലേ? സെയിം തന്നെയാണ് ഇവിടെ നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് സംഭവിക്കുന്നത്. ആ റെലവൻസ് കുറവാണ്. ആലോചന വന്നു കഴിഞ്ഞാൽ ചെക്കന്റെ പേരും നാടും വീടും ജോലിയല്ല പറയുന്നത്, ചെക്കന്റെ അമ്മാവൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആ ഫ്ലോയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊക്കെ വേണം, ചെക്കന്റെ അമ്മാവനെ കുറിച്ചും പറയണം, പക്ഷെ അതിന് മുമ്പ് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന ചെറിയൊരു ബുദ്ധി നിങ്ങൾ ഇടുക. ഇതിന് പ്രത്യേകിച്ച് ടൂളുകളോ അല്ലെങ്കിൽ വേറെ തിയറിയോ ഫോർമുലയോ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ പക്കാ കോമൺ സെൻസ് ആണ്. ഈ കോമൺ സെൻസിനെ നിങ്ങൾക്ക് എളുപ്പമാക്കാനായിട്ട് ChatGPT പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു ടോപ്പിക് കിട്ടി, യെസ്, ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാവുന്ന ഒരു 50ഓളം ആർട്ടിക്കിൾസും കിട്ടി. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു ഓർഡർ തോന്നുന്നുണ്ട്, ആ ഓർഡർ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക ആദ്യം. എന്നിട്ട് വേണമെങ്കിൽ ChatGPT, ജെമിനി പോലത്തെ ഒരു ടൂളിന്റെ അടുത്ത് നിങ്ങൾക്ക്
ഇത് ഒരു പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ കുറിച്ച് സൈറ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നു, അതിനൊരു ടോപ്പിക്കിൽ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് എൻ്റെ ഒരു പില്ലർ പേജ്. ആ ഒരു പില്ലർ പേജ് ഇന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിനകത്തോട്ട് ഈ പറയുന്ന 50 ആർട്ടിക്കിൾസ് എന്നും ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി അടുത്ത് വരുന്നൊരു 4-5 മാസം കൊണ്ട് ഈ 50 ആർട്ടിക്കിൾസ് ആണ് എന്റെ വെബ്സൈറ്റിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു സിമാൻറ്റിക്കലി അതിന്റെ ഒരു കോൺടാക്ട് വൈസ് കുറച്ചുകൂടി റെലവൻസ് കൂടിയ ആർട്ടിക്കിൾസ് ആദ്യം പബ്ലിഷ് ചെയ്ത് പതുക്കെ അങ്ങനെ പോകണം എന്റെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ ഞാനിതാ എന്റെ മനസ്സിലുള്ള 50 ആർട്ടിക്കിൾസിന്റെ ഐഡിയ കിടക്കുന്നു. ഇതിനൊന്ന് നിങ്ങളുടെ ഐഡിയയിൽ ഇതിനെ കുറച്ചുകൂടി ഓർഡറിൽ ഇതിനെക്കാളും ബെറ്റർ ആയ ഒരു ഓർഡർ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. അവൻ പറഞ്ഞു തരും. നല്ല രീതിയിൽ അവൻ അറേഞ്ച് ചെയ്ത് ചെയ്തതും നിങ്ങൾ കോമൺ സെൻസ് കൂടി അപ്ലൈ ചെയ്യും, പണി എളുപ്പവും. ഈ പറഞ്ഞ പണി വളരെ പെട്ടെന്ന് കഴിയും. എക്സൽ ഷീറ്റ് വരെ ഉണ്ടാക്കാനായിട്ട് ChatGPT അറിയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ പ്രോസസ്സുകളും എന്താ ചെയ്യേണ്ടത് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ പരമാവധി ഇതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ജോബ് വളരെ പെട്ടെന്നാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിപ്പോ ചെറിയ സൈറ്റൊക്കെ ചെയ്യണല്ലോ, ഓക്കെ, 10, 30, 40, 50, 100 പേരൊക്കെ പ്ലാൻ ചെയ്യുന്ന സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് ചിലപ്പോൾ ഒരു 4-5 ദിവസം ഇരുന്നിട്ട് ഇത് ഓർഡറൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നുമല്ല ഈ 1000-കണക്കിന് 2000-കണക്കിന് ഇതിന്റെ ഒരു 1 ഇയർ 2 ഇയർ കണ്ടന്റ് പ്ലാനിങ് ഒക്കെ സ്ട്രാറ്റജി, ലോങ് ടൈമിലേക്ക് കണ്ടന്റ് പ്ലാനിങ് അതിന്റെ സ്ട്രാറ്റജി ഒക്കെയാണ് പലപ്പോഴും ബിൽഡ് ചെയ്യേണ്ടി വരിക. അവിടെ ഒന്നും ഇത്തരം കാര്യങ്ങൾ മാനുവലി അറേഞ്ച് ചെയ്യലൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. നല്ല പണ്ടൊക്കെ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ അതിനൊക്കെ വെറുതെ ആഴ്ചകളോടൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഇതൊന്നും അറേഞ്ച് ചെയ്യുക. എന്നാലും പെർഫെക്റ്റ് ആവില്ല. കുറെ പ്രാവശ്യം കുറെ സ്ഥലത്ത് അത് റോങ് ആവും. അത് കണ്ടന്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ ലിങ്കും പരാജയപ്പെട്ടു പോകുന്നു, പല സ്ഥലത്തും ഇടാൻ പറ്റാത്തത്. നമുക്ക് ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന കേസാണ്, അതിന്റെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ChatGPT പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ടോപ്പിക്കൽ മാപ്പ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ടോപ്പിക്കൽ മാപ്പ് കാണുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിക്കൽ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ ഒരു ഓർഡർ അറേഞ്ച് ചെയ്യണം. അതാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്. രണ്ടാമത്, ഈ ഒരു ടോപ്പിക്കൽ മാപ്പ് ഇതൊരു ഫയലാണ്. ഈ ഒരു ഫയല് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം, നമുക്ക് തന്നെ മനസ്സിലാവണം. നാളെ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പലരും ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ടോപ്പിക്കൽ മാപ്പിന്റെ മര്യാദ എല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു 2 മാസം 3 മാസം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ എന്താ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പൊ അത് മനസ്സിലാവുന്ന രീതിയിലുള്ള മാക്സിമം കാര്യങ്ങൾ അതിനകത്തോട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ സിമാറ്റിക്കൽ കണക്ഷൻ ഞാൻ മുമ്പ് പ്രാവശ്യം പറഞ്ഞിരുന്നു, ആ രീതിയിൽ വേണം ഇതിനെ ആലോചിക്കാനായിട്ട്. ഓക്കെ, LSI കീവേഡ്സ് അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. LSI എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സിമാറ്റിക് ഇൻഡെക്സിങ്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് അതിന്റെ തന്നെ എക്സാക്ട് കീവേഡ് ഒന്നും പറയണമെന്നില്ല, എല്ലായിടത്തും പറയണമെന്നില്ല, പറഞ്ഞു വൃത്തികേട് പോലെ ആക്കണ്ട. അപ്പൊ ഒരു ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന് പകരം നിൽക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് പറഞ്ഞു തരും. ഇനി രണ്ടാമത് നമുക്ക് ഈ ഷീറ്റിലേക്ക് കൊണ്ടുവരാവുന്ന കേസ് നമ്മുടെ ഇനീഷ്യൽ SEOന്റെ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാം. ഇതിന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മെറ്റാ ടൈറ്റിൽ നമുക്ക് കൊണ്ടുവരാം, ഒരു കോഡ്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ ടോപ്പിക്കൽ മാപ്പിന്റെ ഫയൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റിയിൽ ഉണ്ടാക്കാട്ടോ. അത് നെറ്റില് സാമ്പിള് ഞാൻ ഒരെണ്ണം കാണിച്ചു തരും. എല്ലാവരും അതേപോലെ പോകണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം ശരി, നിങ്ങൾ ഇതൊക്കെ കരുതി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക് സ്റ്റൈല് എല്ലാവർക്കും വേണം. അപ്പോ ടോപ്പിക്കൽ മാപ്പ് ക്രിയേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ കൊണ്ടുവരാം. അപ്പൊ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു സൈഡിൽ മോഡിൽ നമ്മുടെ മെയിൻ ടോപ്പിക് എഴുതുന്നു, സബ് ടോപ്പിക്കിലെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു, അതിന്റെ താഴെ ഈ നമ്മുടെ ബ്ലോക്ക് ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ഓർഡറിൽ എഴുതുന്നു, 1 2 3 4 5 നമ്പറിങ് കൊടുക്കുന്നു. അതിനിപ്പുറം അതിന് എന്ത് മെറ്റാ ടൈറ്റിൽ വേണം എന്ന് വേണം നമുക്ക് എഴുതാം, വേണമെങ്കിൽ എഴുതാം. അപ്പൊ മെറ്റാ ടൈറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ആ മെറ്റാ ടൈറ്റിൽ നമ്മൾ എഴുതി പോകുന്നു. മെറ്റാ ടൈറ്റിൽ മാത്രമല്ല, നമുക്ക് അതിനകത്ത് സ്ലഗ് ഉണ്ടല്ലോ, URL എന്ത് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു, URL എഴുതി പോകുന്നു. അപ്പൊ മെറ്റാ ടൈറ്റില് മെറ്റാ URL നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇനീഷ്യലി ഇതൊക്കെ മതി. ഡിസ്ക്രിപ്ഷൻ ഒക്കെ പണ്ടത്തെ ഒരു ഇതാണ്, വേണമെന്നൊന്നുമില്ല. അതിനുവേണ്ടി അധികം സമയം മെനക്കെടുത്തണമെന്നില്ല. ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ എടുത്തോളും. നമ്മുടെ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ എടുക്കും എന്നുള്ള ധാരണയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പൊ തന്നെ റാങ്കിങ് കയറി കൊടുത്തേക്കുള്ളൂ. ഓക്കെ, അപ്പം മെറ്റാ ടൈറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, URL പ്ലാൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ പേജിൽ നിന്ന് നമുക്ക് ഏതെല്ലാം ടോപ്പിക്കിലേക്ക് വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഏതെല്ലാം ടോപ്പിക്കിലേക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇന്റേണൽ ലിങ്കിങ് നമ്മൾ നോട്ട് ചെയ്യാം. അതിൽ നിന്ന് നോട്ട് ചെയ്തു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി പോവാം. അപ്പൊ ഏകദേശം ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കൽ മാപ്പ് എന്നുള്ള ഫയലിൽ ബേസിക്കലി വരേണ്ടത്. ടോപ്പിക് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ എഴുതണം, അതിന്റെ ഓർഡർ,
അതിന്റെ ഒരു മെറ്റാ ടൈറ്റിൽ എങ്ങനെ ഇരിക്കണം, അത് സ്ലഗ് എങ്ങനെ ഇരിക്കണം. അപ്പൊ എന്താണ് ഇങ്ങനെ എഴുതിയാൽ ഗുണം എന്ന് പറയട്ടെ, നമ്മളിപ്പോ 100 ആർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചാൽ 100ന്റെയും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഓടിച്ച് നമ്മൾ വായിക്കുമ്പോൾ പലയിടത്ത് കിടക്കുന്ന അപകടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ സ്ലഗ് നോക്കുമ്പോഴേ ചിലപ്പോൾ 39ാമത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിളും 12ാമത് എഴുതാനിരിക്കുന്ന ആർട്ടിക്കിളും ഏതാണ്ട് ഒരേപോലെ അല്ലേ എന്ന് നമ്മുടെ മനസ്സ് പറയും. അത് ഇതിന്റെ സ്ലഗ് ഏതാണ്ട് ഒരേപോലെ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു അപകടം നമ്മൾ കാണുകയാണ്. കാരണം അത് കാണുന്ന ഒരാൾക്ക് ഏതാണ്ട് ഒരേപോലെ. അപ്പൊ നമ്മളവിടെ ടൈറ്റിൽ നോക്കും, ശരിക്കും എന്തൊരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ URL അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു, അതിന്റെ ടൈറ്റിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു. അപ്പൊ നമുക്ക് വേണ്ട മാറ്റങ്ങൾ, ഡിഫറൻഷിയേഷൻ ഒക്കെ കൊണ്ടുവരാം. ഈ ഒരേ കീവേഡുകൾക്ക് വേണ്ടി മൾട്ടിപ്പിൾ ആർട്ടിക്കിൾസ് മത്സരിക്കുന്ന സംഭവം നമ്മൾ ഈ ഒരു ഫയലിൽ നിന്ന് ഒഴിവാക്കാം. ഒരേപോലെ ഇരിക്കുന്ന സ്ലഗുകൾ, അതായത് URL വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. കുറച്ചുകൂടി ഇന്റേണൽ ലിങ്കിങ് സ്ട്രോങ് ആക്കാം. എവിടെയാണ് നമുക്ക് ഇന്റേണൽ ലിങ്കിങ്, ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ചില ഒരു ആർട്ടിക്കിൾ നോക്കുമ്പോഴേ ഈ ആർട്ടിക്കിളിലേക്ക് മറ്റൊരൊറ്റ ആർട്ടിക്കിളിൽ നിന്നും ബാക്ക് ലിങ്കിന് ഒരു സ്കോപ്പ് ഇല്ല എന്ന് നമ്മൾ കാണുകയാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും എഴുതുമ്പോൾ. അപ്പൊ അത് ശരിയല്ല. അപ്പൊ നമ്മൾക്ക് ആ ആർട്ടിക്കിളിലേക്ക് ബാക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സ്കോപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് വേറെ എന്തെങ്കിലും ആർട്ടിക്കിൾസ് എഴുതിയിട്ട് അങ്ങനെ സ്കോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലോഗ് പോസ്റ്റിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് ആഡ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത കൂടി ഇട്ടിട്ട് അതും കൂടി ഇതിനകത്ത് നോട്ട് ചെയ്യണം. അതായത് ഇന്ന ആർട്ടിക്കിളിൽ നിന്ന് ഈ ഇതിനകത്തോട്ട് ലിങ്ക് ചെയ്യാൻ അപ്പൊ സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് ഇട്ട് പോകണം അത്. കാരണം എന്നാലേ അത് കണ്ടന്റ് എഴുതുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ ഇന്നൊരു ടോപ്പിക്കിലേക്ക് ലിങ്ക് ചെയ്യണം. അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അപ്പൊ ChatGPT അടുത്തൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ കണ്ടുപിടിച്ചിട്ട് അത്രയും കണ്ടന്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് ഇന്റേണൽ ലിങ്കിങ് കൊണ്ടുവരാനായിട്ട്. അപ്പോ ഇത് ഇത്രയും സാധനങ്ങള് നമ്മുടെ ടോപ്പിക്കൽ മാപ്പിൽ വരണം. ഇത് കൂടാതെ പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങളിപ്പോ ഒരു ടീമായിട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയന്റിന്റെ ഒരു പോക്കറ്റ് സൈസും ക്ലയന്റിന്റെ സൈറ്റ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം നമ്മൾ ഒരു പബ്ലിഷിംഗ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? അതായത് മന്ത്ലി 8 ആർട്ടിക്കിൾ, മന്ത്ലി 16 ആർട്ടിക്കിൾ, 12, 4 അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫ്രീക്വൻസി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഷെഡ്യൂൾ കൂടി ഉണ്ടാക്കാം. ഇത് മറ്റേ നമ്മൾക്ക് നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്യാം. ഈ ആർട്ടിക്കിൾ ജനുവരി 1st വീക്കിൽ പോട്ടെ, ഈ ആർട്ടിക്കിൾ ജനുവരി 2nd വീക്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഒരു ഷെഡ്യൂളിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം ഈ ഫയലിന്. ഇപ്പൊ എന്തൊക്കെയായി ടോപ്പിക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനകത്ത് എഴുതുന്ന ബ്ലോഗ് പോസ്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിന്റെ ഓർഡറിൽ അത് ഇട്ടു, അതിന്റെ ടൈറ്റിൽ എന്ത് വേണം ഇട്ടു, അതിന്റെ URL എന്ത് വേണം ഇട്ടു. URL ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ചേഞ്ച് വരുന്നു, ടൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നു. ഓരോ പേജിൽ നിന്നും എങ്ങോട്ടൊക്കെ ഇന്റേണൽ ലിങ്കിങ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ഇന്റേണൽ ലിങ്കിങ് മിസ്സായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നു. അതേപോലെ പബ്ലിഷിംഗ് ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയ ശേഷം അഗൈൻ അതുകൂടി നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നു. ഇത്രയും ഏകദേശം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടോപ്പിക്കൽ മാപ്പിന്റെ ക്രിയേഷൻ ഓക്കെയാണ്. ഇത്ര മതി, നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത്ര മതി. ഇനി നമ്മളുടെ ഒരു കമ്പനികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് നേച്ചർ അനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ സാധനങ്ങൾ ആഡ് ചെയ്യാം. ചിലർ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യും, ചിലർ എക്സലിൽ തന്നെ ഇടും. അതായത് കഴിഞ്ഞു പോയ സാധനങ്ങളിൽ ഇപ്പൊ നമ്മൾ എഴുതിയ ആർട്ടിക്കിൾസ് വേണമെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ എന്തായാലും ഒരു കോളത്തിൽ അങ്ങനെ എഴുതി പോകും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും അത് ചെയ്തു ഇന്നത് പെൻഡിങ് ആണ്, ഇന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതാം. ഈ ടോപ്പിക്കൽ മാപ്പ് എന്നുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് SEOയില് ഈ SEO തുടങ്ങിയ സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഈ വേർഡ് പ്രസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ട് വെബ്സൈറ്റിൽ കണ്ടന്റ് റൈറ്റേഴ്സിനെ കൊണ്ട് കണ്ടന്റ് എഴുതിക്കുന്ന ഒരു വലിയ ട്രെൻഡ് തുടങ്ങിയിരുന്നു. ഞാനൊക്കെ അടക്കം പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടന്റ്, അന്ന് ഈ ഗെറ്റ് ഫ്രീലാൻസർ, അലാൻസ് എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ടീമിലെ പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസ്, അവരെ പിന്നെ നൈജീരിയയിലുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മളന്ന് ഒരു സമയത്ത് കണ്ടന്റ് എഴുതിച്ചിരുന്നത്. അപ്പോ അന്ന് കണ്ടന്റ് എഴുതിച്ചവരെല്ലാവരും കീപ്പ് ചെയ്തിരുന്ന ഒരു എക്സൽ ഷീറ്റ് ഫയലാണ് ഈ ടോപ്പിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ. വേറെ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ല. കാരണം നമ്മൾക്ക് അവരെ കൊണ്ട് എഴുതിക്കണം, അത് എഴുതിയ ആ ഫയൽ നോക്കിയിട്ട് വേണം നമ്മൾക്കത് ട്രാക്ക് ചെയ്യാനായിട്ട്. ഇത് ചെയ്തതിനനുസരിച്ചായിരിക്കും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ എത്രണ്ണം കഴിഞ്ഞു, അത് കറക്റ്റ് സമയത്ത് കഴിഞ്ഞു, ഏതൊക്കെ പെൻഡിങ് ഉണ്ടെന്നൊക്കെ അറിയാനും അങ്ങനെ എല്ലാത്തിനും ട്രാക്ക് ചെയ്ത് നമ്മൾ ചെയ്തു പോകുന്ന ഒരു ഫയൽ ടോപ്പിക്കൽ മാപ്പ്. അപ്പൊ ടോപ്പിക്കൽ മാപ്പ് ഫയല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ SEO വർക്കിനെ പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. 2, നമ്മളുടെ വർക്കിന് ഓവറോൾ സ്ട്രാറ്റജിക്കലി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഒരു നല്ല അറേഞ്ച്മെന്റ് കൊണ്ടുവരാനും ഈ ടോപ്പിക്കൽ റെലവൻസി, അതോറിറ്റി, ഇന്റേണൽ ലിങ്കിങ്, പ്രോപ്പർ മെറ്റാ ടൈറ്റിൽ, പ്രോപ്പർ ലിങ്കിങ്, പ്രോപ്പർ URL തുടങ്ങിയ കാര്യങ്ങളും പറയുന്ന ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു ടോപ്പിക്കൽ ഫ്ലോ, എൻ്റർ ആയിട്ട് ഒരു ടോപ്പിക്കൽ ഫ്ലോ ഒക്കെ കറക്റ്റ് ആക്കാനും എല്ലാം
നമ്മൾ ഇങ്ങനെ ഒരു ഫയല് പ്രിപ്പയർ ചെയ്താൽ സഹായിക്കും. അല്ലാന്നുണ്ടല്ലോ നമ്മൾ ഈ എല്ലാം മനസ്സിൽ തന്നെ ചിന്തിച്ച് കൂട്ടി പ്രാഥമികമായിട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും ചെറിയ വർക്കുകൾ ഓക്കെയാണ്, കുഞ്ഞു കുഞ്ഞു സൈറ്റുകളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 200 പേജിലൊക്കെ താഴെയുള്ള സൈറ്റ് ഓക്കെയാണ്. നിങ്ങൾക്കത് വേണ്ടത് ഇങ്ങനെ ഒരു ഫയൽ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ മനസ്സിൽ എഴുതി ഒരു ടെക്സ്റ്റ് ഫയലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഡീൽ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഈ ലക്ഷക്കണക്കിന് പേജസ് ഒക്കെ ഉള്ള പ്രോഗ്രാമാറ്റിക് എസ് ഉപയോഗിച്ചിട്ടുള്ള ഡൈനാമിക്കലി പേജസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ഇ കൊമേഴ്സ് സൈറ്റ് ഇവിടെയൊക്കെ പ്ലാൻ ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്നും വർക്കൗട്ട് ആവില്ല, തലയിൽ ഇരിക്കില്ല, മറന്നു. അപ്പൊ അവിടെ ഇത് എന്താ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ കൊണ്ടുവരാം. ടോപ്പിക്കൽ മാപ്പ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം. പിന്നെ പലപ്പോഴും വലിയ കമ്പനികൾ കൺസൾട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഓൺ ഗോയിങ് എസ് ഉണ്ട്, വൺ ടൈം എസ് ഉണ്ട്. അപ്പൊ അവിടെ എസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു വർക്കും കൂടിയുണ്ട്. കാരണം പല കമ്പനികൾക്ക് അവർക്ക് ഇൻ ഹൗസോ അല്ലെങ്കിൽ വേറെ ടീമുകളൊക്കെ ഉണ്ടാവും, കണ്ടന്റ് എഴുതാൻ ആൾക്കാരുണ്ടാവും, ഇതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു സൈറ്റിന് ഒരു എൻറ്റയർലി ഒരു ലോങ് ടൈം എസ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു വർക്കുണ്ട്, ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നതാണ്. അപ്പോ അതിനകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഇങ്ങനെ ടോപ്പിക്കൽ മാപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാണല്ലോ നമ്മുടെ ജോബ് നല്ലൊരു ശമനം കഴിഞ്ഞു. ഈ ടോപ്പിക്കൽ മാപ്പ് കൂടി കഴിഞ്ഞ് ടോപ്പിക്കൽ മാപ്പ് ക്രിയേഷനും കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കൂടി ബാക്കിയുള്ളൂ, കണ്ടന്റ് ബ്രീഫ് എന്ന് പറയും. അതായത് എൻറ്റയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതുന്ന ഓരോ എൻറ്റയർ ആയിട്ട് ആ വെബ്സൈറ്റിൽ വരുന്ന കണ്ടന്റുകളും പേജസിന്റെയും ഐഡിയാണ് ടോപ്പിക്കൽ മാപ്പ്. ഇനി ഓരോ പേജിലും അതിനകത്ത് കണ്ടന്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു സംഭവത്തിന്റെ കേസാണ് ഈ കണ്ടന്റ് ബ്രീഫ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നാണ്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പിന്നെ കണ്ടന്റ് റൈറ്റർക്ക് കണ്ടന്റ് എഴുതി അല്ലെങ്കിൽ ആരാണോ കണ്ടന്റ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുക, ബാക്കിയുള്ളവർക്ക് എന്താണ് പേജസിയോ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ മതി. ഇത് രണ്ടും പ്ലാൻ ചെയ്യുന്നിടത്തുനിന്നാണ് നമ്മുടെ എസ്ഇഒന്റെ നല്ല 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 എന്ന് പറഞ്ഞാൽ 90%, എന്റെ ഭാഷയിൽ 90% എഫർട്ടും ഈ ഒരു ഏരിയയിലാണ് വരേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ഏരിയയിൽ 10-20% എഫർട്ട് മാത്രം, ബാക്കി 80% ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യുന്ന പേജിലുമാണ് ഇപ്പോഴും പലരും കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾക്ക് എന്താ എല്ലാവർക്കും ഈ ടോപ്പിക്കൽ മാപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയോ എല്ലാവർക്കും? എന്തായാലും സംശയം ഉണ്ടോ ചോദിക്കേ. ഞാൻ 1-2 സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. 1-2 ഒരു സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് നോക്കി അതേപോലെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്റ്റൈൽ കൊണ്ടുവരാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് ട്രാക്ക് ചെയ്യാന്ന് അത്രയും ട്രാക്ക് ചെയ്യുക. എന്ന് നിങ്ങളത് പ്ലാൻ ചെയ്തു, അത് എന്ന് കൊടുത്തു, ആർക്ക് കൊടുത്തു, അതിനെ അസൈൻ ചെയ്തിരിക്കുന്ന കണ്ടന്റ് റൈറ്റർ ആരാണ്, അത് അയാൾക്ക് എന്നാണ് കൊടുത്ത ഡേറ്റ്, അയാൾ എന്നാണ് തരാന്ന് പറഞ്ഞ ഡേറ്റ്, അത് കഴിഞ്ഞോ ഇല്ലയോ, കറന്റ് സ്റ്റാറ്റസ് എന്താണ്, വേണ്ടി വന്നാൽ നിങ്ങൾ ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ ആ ഒരു കണ്ടന്റ് റൈറ്റിങ്ങിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ആ കണ്ടന്റ് റൈറ്റിംഗ് അസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ChatGPT വെച്ചിട്ടാണോ, ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ വേണോ അതൊക്കെ ആഡ് ചെയ്തു. എത്ര ഡാറ്റ ഉണ്ടല്ലോ എത്ര നല്ല ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ള ഓർമ്മ കൂടി വേണം. അപ്പൊ വലിയ ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും, ഫില്ല് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാനും നിങ്ങളുടെ ഒരു SEO വർക്കിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് നടത്താനും നിങ്ങൾക്ക് ഒരു ടോപ്പിക്കൽ മാപ്പ് ആവശ്യമാണ്, പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്. അതുപോലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇൻഹൗസ് ചെയ്യുന്നവർക്കും ടീമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും എന്തായാലും നിർബന്ധമാണ്. ചിലപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ആ ജോലി അവിടുത്തെ കഴിഞ്ഞ് വേറൊരു കമ്പനിയിലേക്ക് പോകും. അപ്പൊ അടുത്ത ആൾക്ക് വന്നിട്ട് ഈ ടോപ്പിക്കൽ മാപ്പ് വെച്ചിട്ട് അയാൾക്ക് അയാളുടെ ജോബ് കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ തലയിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതെന്തായാലും ടോപ്പിക്കൽ മാപ്പ് നിർബന്ധമാണ്. അതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓവറോൾ നമുക്ക് SEOന്റെ കുറെ കാര്യങ്ങൾ അറിയാം. ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ആ URL ആ ടൈറ്റിലുകളിൽ ആ ടോപ്പിക്കുകളിൽ അതിനകത്ത് SEOന്റെ ഒരു ബുദ്ധി വരണം. ആ SEOന്റെ ബുദ്ധിയിൽ ആ ഒരു ടോപ്പിക്കിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റണം. അതിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവായി കാണണം. ലിങ്കുകളൊക്കെ അതേപോലെ ഈ സ്ലഗുകളൊക്കെ കൊടുക്കുമ്പോഴും ടൈറ്റിൽ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മള് മാക്സിമം സ്പാമി ടെക്നിക്കുകൾ ഒഴിവാക്കാം. സ്പാമി അറിയാലോ, ഈ കീവേഡ് സ്റ്റഫിങ് അതൊക്കെ ഒഴിവാക്കുക. പരമാവധി LSI കീവേഡ്സുകളൊക്കെ ഉപയോഗിക്കുക. സിമാൻറ്റിക്കലി ഒരു ഫ്ലോ. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുന്നത് കല്യാണ നിശ്ചയ പെണ്ണ് കാണൽ എന്ന് പറയാം. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫ്ലോയിലാണെങ്കിൽ ആദ്യത്തെ സ്ലഗ് ചെക്കൻ നെയിം സ്ലഗ്, അടുത്ത സ്ലഗ് ചെക്കൻ ജോബ്, ചെക്കൻ എന്താ പറയുക പ്ലേസ്, ചെക്കൻ ഫാമിലി, ചെക്കൻ്റെ ഫാദർ, ചെക്കൻ്റെ മദർ, ചെക്കൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടിരിക്കുന്ന സ്ഥലം, പെങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, അങ്ങനെ 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 ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ. അത് ഭയങ്കര അടുത്ത് ഡീറ്റെയിലൊക്കെ ചെയ്ത് നല്ല ദിവസമാണ് ചെയ്യേണ്ട കേസ്. ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ അതിനകത്ത് കണ്ടന്റ് ഇടുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇനീഷ്യലി
ഇത് കുറച്ചുകൂടി നല്ല പേയ്മെന്റ് മേടിച്ചിട്ടുള്ള വർക്കുകളിൽ ചെയ്യുന്ന കേസുണ്ടോ? ഇനിയിപ്പോ ChatGPT ഒക്കെ ഉപയോഗിക്കുക, AI ഒക്കെ യൂസ് ചെയ്യുന്നതോടെ എളുപ്പം തീർക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഓരോ കണ്ടന്റിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആവറേജ് ലെങ്ത് കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. ആവറേജ് ലെങ്ത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ച് നിലവിൽ ആ ടോപ്പിക്ക് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിലവിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുകൾ എടുക്കുക. നിലവിൽ റാങ്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു 3, 4, 5 സൈറ്റ് എടുക്കുക. അപ്പൊ ഒരാള് 2500 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, വേറൊരാള് 3000 എഴുതിയിട്ടുണ്ട്, വേറൊരാള് 2680 എഴുതിയിട്ടുണ്ട്, വേറൊരാള് 2400 എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആദ്യത്തെ 4-5 ആർട്ടിക്കിൾ കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി ഇത് 300 വേർഡ്സിലും 500 വേർഡ്സിലും എഴുതിയിട്ട് പിടിച്ചിക്കാൻ പോകുന്നില്ല. കാരണം അവർ അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. ആ ആർട്ടിക്കിളിൽ നമുക്കും വേണം 2000 വേർഡ്സ്, അല്ലാതെ അതിനേക്കാളും കൂടുതൽ കണ്ടന്റ് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ 2500 ആർട്ടിക്കിൾ വേർഡ്സിൽ എഴുതിയ VTN 4000 ഒന്നും വേണ്ട. നമുക്കൊരു ആവറേജ് അതേ ബെഞ്ച് മാർക്കിൽ പറഞ്ഞു. ഗൂഗിളിന് ഒരു ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഗൂഗിളും പ്രതീക്ഷിക്കുന്ന ഒരു ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ കണക്കൂട്ടിൽ വെച്ച് നമുക്കറിയാം ഗൂഗിൾ പ്രതീക്ഷിക്കുന്ന ലെങ്ത് 2000 എബോവ് തന്നെയാണ്. നമ്മളത് താഴെ പോയി കഴിഞ്ഞാൽ അവനൊരു സംശയം വരും, നമ്മളിലുള്ള കോൺഫിഡൻസ് സ്കോർ കുറയും. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നു. നമ്മളവിടെ വേണമെങ്കിൽ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എഴുതാം എക്സ്പെക്ടഡ് ലെങ്ത് 2000 വേർഡ്സ് അബോവ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് കോമ്പറ്റീറ്റീവ്സിന്റെ സ്റ്റഡി നടത്തിയ ശേഷമാണ്. ഇനി വേണമെങ്കിൽ ഇത് കണ്ടന്റ് ബ്രീഫിങ്ങിന്റെ സമയത്തും വേണമെങ്കിൽ എഴുതിയാലും മതി കേട്ടോ. ടോപ്പിക്കൽ മാപ്പിൽ തന്നെ എഴുതണമെന്നില്ല, പക്ഷെ എഴുതിയാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും ഈ ടോപ്പിക്കൽ മാപ്പിൽ. അതേ പറഞ്ഞ ടോപ്പിക്കൽ മാപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും വിശദമാക്കാം. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം എത്രത്തോളം ഇമേജസ് ഇടണം എന്നുള്ള പ്ലാനിങ് വേണം കൊണ്ടുവരാം. ഇൻഫോഗ്രാഫിക് വേണം. ഈ ടോപ്പിക് ഒരു ഇൻഫോഗ്രാഫിക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു കോളം ഇടാം. ഇൻഫോഗ്രാഫിക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം അത് ഡിസൈനറെ കൊണ്ട് നന്നായിട്ട് ചെയ്യിക്കണം. അപ്പോ ഗ്രാഫിക് ഡിസൈനറുടെ അടുത്ത് കൊടുത്തത് മുമ്പേ ചെയ്യിക്കേണ്ടി വരും. അപ്പൊ കണ്ടന്റ് എഴുതിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക്കൽ മാപ്പ് കാണുമ്പോൾ മനസ്സിലാവും, ഓ ഇവിടെ ഇങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക് വരുന്നുണ്ട്. അപ്പൊ കണ്ടന്റ് റൈറ്റർക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക്കിന്റെ വർക്ക് കൂടി കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇൻഫോഗ്രാഫിക് വേണ്ടതാണെങ്കിൽ അങ്ങനെ, ഇൻഫോഗ്രാഫിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ആ വാക്ക് കേട്ടിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ലല്ലോ അല്ലെ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചാണ് ഞാനത് പറയുന്നത്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇൻഫോഗ്രാഫിക്, ഇൻഫോർമേഷനും ഗ്രാഫിക്, ഒരു ഗ്രാഫിക്സിന്റെ ഇൻഫോർമേഷൻ കൊണ്ടുവരിക, അത്ര തന്നെ. അപ്പൊ അങ്ങനെ വേണ്ടത് നമുക്ക് കാരണം എന്താ അറിയോ, പലപ്പോഴും നമ്മള് ഒരു കണ്ടന്റ് ഒക്കെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഒരു ഇൻഫോഗ്രാഫിക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. മിക്ക ആൾക്കാർക്ക്, എനിക്കടക്കം പറ്റാറുള്ള ഒരു വിഷയത്ത നമ്മൾ എഴുതി പിടിച്ച അവസരം വരുമ്പോ ഇത് ശരിക്കും ഒരു ഇങ്ങനെ ഒരു ഇമേജ് കൊടുക്കാൻ പറ്റുന്നതിൽ റിച്ചാനെന്നൊക്കെ തോന്നും. പക്ഷെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു വ്യക്തത വരും. കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനുള്ള വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ഇമേജ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഫീച്ചർഡ് ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്ത് നേരെ പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ ഒരു ഇനി പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് എപ്പോഴും നല്ലത് കണ്ടന്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ പറ്റിയ ഒരു ഇൻഫോഗ്രാഫിക്കും കൂടി അല്ല കണ്ടന്റ് റൈറ്ററെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഇതിനകത്തോട്ട് കണ്ടന്റിനെ അനുസരിച്ചിട്ട് അവനായിരിക്കും അത് കൂടുതൽ പറ്റുക. ആ രീതിയിൽ കൂടി സെറ്റ് ചെയ്യിക്കാനായിട്ട് വേണമെങ്കിൽ അത് ഈ ടോപ്പിക്കൽ മാപ്പിൽ കൊണ്ടുവരാം. ഇനി വേണമെങ്കിൽ ഈ ഇമേജിന് എന്ത് URL കൊടുക്കണം, ഇമേജിന്റെ URL ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇമേജിന് എന്ത് URL കൊടുക്കണം, ഇമേജിന്റെ URL എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഫയൽ നെയിം എന്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ പേജിന്റെ URL അറിയാം, പേജിന്റെ ടൈറ്റിൽ അറിയാം. അങ്ങനെ അതിന് പകരം LSI കീവേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിന്റെ URL പ്ലാൻ ചെയ്യാം. ഇനി ഇമേജിന്റെ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ത് കൊടുക്കാം, ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് വേണം അത് പ്ലാൻ ചെയ്യാം. ഇങ്ങനത്തെ കംപ്ലീറ്റ് കേസുകൾ കൊടുക്കുക. ഇനി അഥവാ വേറെ ചില കേസുകളിൽ നമ്മളുടെ ടോൺ ശ്രദ്ധിക്കേണ്ടി വരും. ടോൺ മീൻസ് സെന്റിമെന്റ് അനാലിസിസ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെന്റിമെന്റ് അനാലിസിസ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ സെന്റിമെന്റ് അനാലിസിസ് കയറി വരുന്ന ചില ആർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തിനേയും കുറിച്ചുള്ള റിവ്യൂ, അതായത് ഒരാളുടെ ഒരു ഇന്റന്റ് അവൻ എന്തിനേയും കുറിച്ചുള്ള ഒരു റിവ്യൂ പോലെ എക്സ്പീരിയൻസിൽ ഒരാളുടെ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഒരാള് ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 AI ടൂളുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നോടത്ത് ശരിക്കും സെന്റിമെന്റ് അനാലിസിസ് കയറി വരും. കാരണം അത് ഗൂഗിൾ അടക്കം പ്രതീക്ഷിക്കുന്നത് അതൊരു എക്സ്പീരിയൻസ്ഡ് ആളുടെ ഫസ്റ്റ് ഈ ട്രസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ആണ് അത് എക്സ്പീരിയൻസ്. അപ്പൊ ഈ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സംഭവം കയറി വരും. അപ്പൊ എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലതാണോ മോശമായിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് ആയിട്ടാണോ പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും അങ്ങനത്തെ കേസുകളിൽ ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത് സെന്റിമെന്റ് അനാലിസിസ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിലാണ് സെന്റിമെന്റ് അനാലിസിസ്. അപ്പൊ നമ്മൾ ഈ കണ്ടന്റിൽ എവിടെയെങ്കിലും അങ്ങനത്തെ ടൈപ്പ് കണ്ടന്റുകൾ ചിലയിടത്ത് കയറി വരും. ഏറ്റവും മികച്ച, ഏറ്റവും ടോപ്പിലുള്ള 10 അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പോലെ കയറി വരുന്ന ചില റെക്കമെൻഡേഷൻ പോലെ കയറി വരുന്ന കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ
ഉറപ്പായിട്ട് നിങ്ങൾ ഒരു കോണം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യുക. സെന്റിമെന്റ് അനാലിസിസിൽ അത് പോസിറ്റീവ് ടോണിൽ വരുത്താൻ ശ്രദ്ധിക്കണം. ന്യൂട്രലിലും നെഗറ്റീവിലേക്കും പോകരുത്. പോസിറ്റീവ് ടോണിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടന്റ് റൈറ്റർ അടുത്ത് പ്രത്യേകം പറയണം. പല ആൾക്കാർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഏറ്റവും ഭയങ്കര പ്രശ്നം പിടിച്ച ഒരു സംഭവമാണത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറയുന്നു, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആൾക്കാരെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് അത് മനസ്സിലാവുന്നില്ല. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവൻ പൊക്കി പറഞ്ഞതാണോ ആക്കി പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നീരജിന്റെ സ്റ്റുഡിയോ പോയിട്ട്, നീരജ് ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ കൂട്ടത്തില്, നീരജിന്റെ സ്റ്റുഡിയോ പോയിട്ട് ഇപ്പൊ എവിടെയാണ് ഞാൻ പോയിട്ട് എന്റെ റീലുകൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് മാസത്തിൽ ഒരു ദിവസം പോകും, 4 റീൽ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ടോപ്പിക്കിന് വരുന്ന ദിവസങ്ങളിൽ അത് ഇടും. അപ്പൊ ഇതായിരുന്നു ആ ടോപ്പിക്ക്, സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. അതായത് ഇപ്പോ എക്സാമ്പിള്, ഞാനിപ്പോ ഒരു ഹോട്ടലിൽ പോയി ഹോട്ടലിനെ റിവ്യൂ ഇടുകയാണ്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഹോട്ടലിലെ റിവ്യൂ ഇങ്ങനെയാണ് ഇടുന്നത്: അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്. ഒരാഴ്ചയാണ് അത് കഴിച്ചിട്ട് ഞാൻ ഒരു ലക്ഷറി ഹോസ്പിറ്റലിൽ ഒരാഴ്ചയാണ് ഞാൻ കിടന്നത്. അതായത് അടിപൊളി ഫുഡ്. ഇതിപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കേൾക്കുമ്പോ? ഞാൻ ഈ പറയുന്നത് അടിപൊളി. ഇപ്പൊ അവര് വേണ്ടി എടുത്ത് ചോദിക്കാണ്, ഞാൻ സാറേ അവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു സൂപ്പർ ഫുഡ്, ഒരാഴ്ചയാണ് ഞാൻ മറ്റേ ആശ്രമ സിറ്റി കിടന്നത് എന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി ഇത് സർക്കാസ്റ്റിക്, ഇത് ഭയങ്കര നെഗറ്റീവാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറ്റണ്ട, ഭാവിയല്ല ഞാൻ പറഞ്ഞ. പകയ്ക്കും ഇവിടെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. NLP ഇവിടെ പകയ്ക്കും. പകയ്ക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ChatGPT അടക്കമുള്ള ടീമിന്റെ അടുത്തൊക്കെ ചോദിക്കാം. അപ്പൊ ഇവര് പകയ്ക്കുന്ന ഇവിടെ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട റീലിൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് റിസർച്ച് നടത്താനായിട്ട് AI തന്നെ ചോദിച്ച് അപ്പൊ ഈ ഇത്തരം സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്സിന് എങ്ങനെയാണ് AI ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപടി മുമ്പോട്ട് കയറിയാണ് ഇവൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ഇതേ ചോദ്യം ChatGPT അടുത്ത് ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണം ചോദിച്ചു നോക്കട്ടെ, എങ്ങനെയാണ് നിങ്ങളുടെ ChatGPT അതിനെ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇതിന്റെ ഒരു സെന്റിമെന്റ് അനാലിസിസിൽ നിങ്ങൾക്ക് ഇത് എന്താണ് ഇതിന്റെ ഇന്റന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോ AI പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസ് ഹൈലി പോസിറ്റീവ് ടോണാണ്. അതായത് സൂപ്പർ ഫുഡ്. ഇവൻ സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് ആണ് പ്രോസസ് ചെയ്ത് പോകും. അപ്പോ ഫസ്റ്റ് സെന്റൻസ് ഈസ് ഹൈലി പോസിറ്റീവ് ടോണിലാണ്. ഓക്കെ. സെക്കൻഡ് സെന്റൻസും ഫസ്റ്റ് സെന്റൻസും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ. ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു, അതാണ് സെക്കൻഡ് സെന്റൻസ്. അപ്പൊ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ബന്ധം കുറവാണ്. അതായത് ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് തമ്മിലുള്ള. അപ്പോ അവൻ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് അറിയോ? എന്നെക്കാൾ ഒരുപടി മുമ്പോട്ട് കയറിയാണ് അവൻ ചിന്തിച്ചത്. അവൻ പറഞ്ഞ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഫുഡ് പോയിസണസ് ആണെന്നാണ്, അങ്ങനെ ഹോസ്പിറ്റലാകാമോ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ആലോചിച്ചു. രണ്ടാമത്തെ അവൻ പറഞ്ഞ എന്താണെന്നറിയോ? അല്ലെങ്കിൽ അവിടുത്തെ ബില്ല് കൂടുതലായിരിക്കും എന്നായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ബില്ല് കൂടുതലായിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഹോസ്പിറ്റലായി എന്നും പറയാറ് ശരിയാണ്. ബില്ല് കണ്ട് നമ്മളെ തലയിറങ്ങി അങ്ങനെ ഹോസ്പിറ്റൽ, അത് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ ആലോചിച്ചു. അപ്പൊ അതൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇതൊരു സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെക്കൻഡ് ഇത്. പക്ഷെ ഫൈനലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ എൻഡിറ്റി കണ്ടു കഴിഞ്ഞാൽ സെന്റൻസ് കണ്ടാലും ടോപ്പിക് റെലവൻസിൽ എല്ലാവരും ഗൂഗിൾ കണക്കൂട്ടി വയ്ക്കുന്ന ഒരു സാധനം കൂടിയുണ്ട്. അവനാണ് പലപ്പോഴും വില്ലനായി തീരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ പ്രോബബിലിറ്റി സ്കോർ, ചില സമയത്തിൽ കോൺഫിഡൻസ് സ്കോർ. ഈ രണ്ട്, കോൺഫിഡൻസ് സ്കോർ ഉണ്ട്, പ്രോബബിലിറ്റി സ്കോർ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് മാറി മാറിയാണ് വരുന്നത്. അതായത് ഇത് എത്രത്തോളമാണെന്ന് ഗൂഗിളിനുള്ള ഉറപ്പാണ് ആ പ്രോബബിലിറ്റി സ്കോർ. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഈ പ്രോബബിലിറ്റി സ്കോറിനെ കുറിച്ച്, അതായത് കോൺഫിഡൻസ് സ്കോറിനെ കുറിച്ച്. ഞാൻ മറ്റേ എലോൺ മസ്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ആ എലോൺ മസ്ക് തന്നെയാണോ ഈ എലോൺ മസ്ക് എന്ന് ഗൂഗിളിന് തോന്നുന്ന ഒരു ഉറപ്പ്, അതിനൊരു സ്കോർ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് എന്തായിരിക്കും അറിയാം. പക്ഷെ എങ്ങനെയായിരിക്കും അറിയോ ഇതിനെ കണക്കാക്കുന്നത്? അവൻ ഈ കോൺട്രാക്ട് സ്റ്റേറ്റ്മെന്റ് ഇതൊരു സർക്കാസ്റ്റിക് ആയിരിക്കാം എന്നുള്ള രീതിയിൽ അവൻ ഇതൊരു നെഗറ്റീവ് ആണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവൻ അതിനുള്ള പ്രോബബിലിറ്റി കുറയ്ക്കും. അതായത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ്, നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ പോലും മറു സൈഡിലുള്ള ആളെ കാര്യമായിട്ട് ബാധിക്കാതെ വരും. കാരണം അതിനുള്ള കോൺഫിഡൻസ് അവന്റെ കുറവാണ്. ഇതേപോലെ തന്നെ നമ്മളെ കണ്ടന്റിൽ വന്നാലും
ഇത് നെഗറ്റീവ് ആണെന്ന് ഇവര് ധാരണയുണ്ടെങ്കിലും കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പോൾ സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്സുകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ കേസാണ് പറയുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇതിനെ കുറച്ചും കൂടി നന്നായിട്ട് തമാശകളും സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ കുറെ കൂടി നന്നായിട്ട് ചിലപ്പോ NLP ഡീൽ ചെയ്യുമായിരിക്കും, അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്തരം സെന്റൻസുകളെ ഡീൽ ചെയ്യാനായിട്ട് ഇവൻ പകയ്ക്കുന്നുണ്ട്. അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇടണം. അപ്പൊ നമ്മളുടെ കണ്ടന്റ് റൈറ്റേഴ്സ് അല്ല, ഒരു സ്റ്റൈലുകൾ ഉണ്ടല്ലോ നല്ല കുറച്ചുകൂടി എൻഗേജ് ചെയ്യാനായിട്ട് വളരെ ഫണ്ണി ആയിട്ട് നമ്മൾ ചിലത് എഴുതുമ്പോൾ അവന് ചില കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. NLPക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോബബിലിറ്റി അല്ലാതെ ഒരു കോൺഫിഡൻസ് സ്കോർ കുറച്ചടയും. കണ്ടന്റിന് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഉദ്ദേശം ആ ഒരു ഇമ്പാക്ട് ഇന്റന്റും ആ കണ്ടന്റിലേക്ക് വരില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കൽ മാപ്പിൽ ഇങ്ങനത്തെ കണ്ടന്റുകൾ കയറി വരുന്നോടത്ത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം 100% പോസിറ്റീവ് ടോണിൽ എഴുതുക. അപ്പൊ പോസിറ്റീവ് ടോണിൽ എഴുതുമ്പോൾ തന്നെ വളരെ സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ഒഴിവായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് എടാ വളരെ മോശം ഫുഡാണ്, അത് കഴിച്ച് ആകെ എന്റെ വയറ് പ്രശ്നമായി, എന്നിട്ട് ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. അവിടുത്തെ ഫുഡ് ഒട്ടും റെക്കമെൻഡഡ് അല്ല. ഇത് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇതിനെ NLP സുഖമായിട്ട് പ്രോസസ് ചെയ്യും. 100% 100% നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും, ഹൈ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് മനസ്സിലാവും, അവന് കോൺഫിഡൻസ് ഹൈയും ആണ്. പക്ഷെ ഇതേ സാധനത്തെക്കാളും വളരെ പഞ്ചോടുകൂടിയാണ് ഞാൻ സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. പക്ഷെ NLP പകച്ചു. അവനതിനോട് ഓൾമോസ്റ്റ് ഒരു ന്യൂട്രലായിട്ട് അവനെ വാല്യുവേറ്റ് ചെയ്യും തൽക്കാലത്തേക്ക്. അതായത് നെഗറ്റീവ് ടോണിലാണ്, വലിയ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാനും ഇതാവില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, ഇത് സംശയമുള്ളവർ നിങ്ങൾക്ക് നിങ്ങളെ ChatGPT-യിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. സർക്കാർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ സെന്റിമെന്റിന്റെ അനാലിസിസ് വേണമെങ്കിൽ ഗൂഗിൾ, ഞാൻ മുമ്പ് പ്രാവശ്യം കാണിച്ചിരുന്നു, അവിടെ പോയിട്ട് ഗൂഗിൾ API ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടുന്നാണ് എന്റെ ഒരു ഓർമ്മ. അതിനകത്തൊക്കെ പോയിട്ട് വേണം സെന്റിമെന്റ് അനാലിസിസ് ചെയ്ത് നോക്കാം. അതല്ലാതെ ChatGPT-യോട് ചോദിക്കാം ഇങ്ങനെ ഒരു സാധനത്തിന് നിങ്ങൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് നമ്മൾ വേറെ ലോകം കൂടി അന്വേഷിച്ചെടുക്കണം. അവരുടെ ചോദിച്ചാൽ പോലെ അവര് പറഞ്ഞില്ല അവരെങ്ങനെ പ്രോസസ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത്ര ഉള്ളൂ. ടോപ്പിക്കൽ മാപ്പ് ഒരു വലിയ ടോപ്പിക് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അത് അത്യാവശ്യമാണ്. എല്ലാവരും അത് ഒരു ഗുഡ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അത് വേണം. നമ്മൾ ടോപ്പിക് റെലവൻസ് പഠിച്ചു, ടോപ്പിക് അതോറിറ്റി പഠിച്ചു, നമ്മൾ പലതും പഠിച്ചു ടോപ്പിക്. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ വർക്കിൽ ശരിക്കും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടോപ്പിക്കൽ മാപ്പിന്റെ ക്രിയേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ടൂളുകളൊക്കെ പലതും പെയ്ഡ് ടൂളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ബെറ്റർ നിങ്ങളും AIയും കൂടി ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുക. പിന്നെ നിങ്ങളുടെ ഒരു ടോപ്പിക്കൽ മാപ്പ് നിങ്ങളുടെ ഐഡന്റിറ്റി ആവട്ടെ. ഞാൻ എപ്പോഴും ഓഡിറ്റ് റിപ്പോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തം ഐഡന്റിറ്റി, നെറ്റിലൊക്കെ ഉള്ള ടെംപ്ലേറ്റും ആരുണ്ടാക്കിയതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്റ്റൈലിൽ നിങ്ങൾ കൊണ്ടുവരിക. ആ സ്റ്റൈലിൽ നിങ്ങളുടെ വർക്കിനെ ഇണങ്ങുന്ന സകല സാധനങ്ങളും സകല കോളങ്ങളായിട്ട് കൊണ്ടുവരിക. ഞാൻ ഈ പറഞ്ഞോട്ട് നിങ്ങൾക്ക് ടോൺ വേണം, ടോണിന് വേണ്ടി കോൾ ഇടുക. നിങ്ങൾക്ക് മറ്റേ ഇമേജിന്റെ URL ഇടണോ, അതിനുവേണ്ടി ഒരു URL ഇട്ടോ, കോളം ഇട്ടോ, അല്ലെങ്കിൽ അതിന്റെ URL ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഇടണോ, അതാകാം. ഇനി ഇമേജ് എന്ത് വേണം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതണോ, അതിനൊരു കോളം ഇട്ടോ. അങ്ങനെ മാക്സിമം കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് എന്ത് പബ്ലിഷ് ചെയ്തു, എന്ത് കൊടുത്തു, അതിന് എത്ര രൂപ ചെലവാക്കി, അത് എന്നാണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തത്, എന്നാണ് കണ്ടന്റ് റൈറ്റർ നമുക്ക് തന്നത്, അതിനുശേഷം എഡിറ്റിംഗ് ഉണ്ടായോ, എഡിറ്റിംഗ് എന്ന് കൊടുത്തു, എഡിറ്റിംഗ് എന്ന് കിട്ടി, ഇത്രയും ട്രാക്ക് ചെയ്യണമെങ്കിൽ അത്രയും കോളംസ് കിട്ടും. അധികം വേണ്ടാൽ അത്രയും പോകും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ ഒരു വർക്ക്, നിങ്ങളുടെ ആ ഒരു വർക്കിനെ പ്രൊഫഷണലായിട്ട് കൊണ്ടുവന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള കോളങ്ങൾ കൊണ്ടുവരിക. എന്തായാലും ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുക എന്നതിന് ശേഷം ടോപ്പിക്കുകളുടെ ഒരു ഫ്ലോ അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് വേണ്ട URLs കൊണ്ടുവരിക ഇമ്പോർട്ടന്റ് ആണ്. ടൈറ്റിൽ നോക്കുക ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ലിങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക. ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക, ഇമേജിനെ സെറ്റ് ചെയ്യുക, കണ്ടന്റ് റൈറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരിക, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ശേഷമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരിക, അങ്ങനെ ഇത് കൊണ്ടുവരിക. പിന്നെ ചില ആൾക്കാർ കളറൊക്കെ കൊണ്ടുവരും. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ കളർ ചെയ്യാത്തത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ കൊണ്ടുവരിക. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എങ്ങനെ ChatGPT-നെ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ വർക്കിൽ എങ്ങനെ ChatGPT-ക്ക് എക്സൽ ഒക്കെ ഉണ്ടാക്കാൻ അവൻ അറിയാം. അപ്പോ ഗൂഗിൾ ഷീറ്റ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഗൂഗിൾ ഷീറ്റിലൊക്കെ നമുക്ക് AI ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് കുറച്ചുകൂടി AI കൊണ്ടുവരാം. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നിങ്ങൾ പതുക്കെ റിസർച്ച് നടത്തി കൊണ്ടുവരിക. ഓക്കെ, ക്ലിയർ? ഞാൻ സ്ക്രീൻ ഷെയർ ആയിട്ടേ പോ.
നേരത്തെ ഞാൻ പറഞ്ഞ സെർച്ച് കൺസോളിന്റെ ഇത് ഇതായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതുവരെ കാണാത്തവരെ എവിടെ പോയി കാണുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ ക്ലോസ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേജാണ് ബിറ്റ്കോറി. ആദ്യം ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സെർച്ച് കൺസോളിലെ ഡാറ്റ ഇതിനകത്തോട്ട് പുള്ള് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ കൊറി ചെയ്തു ഇങ്ങനെ അത് ഇതിങ്ങനെയൊക്കെ ഇരിക്കാൻ എളുപ്പമാണ്. ഇത് വലിയ ഇതൊന്നും കണ്ട് ഇതാക്കേണ്ട കാര്യമില്ല, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഓരോ കൊറികളൊക്കെ എഴുതിയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ വേണ്ട രീതിയിലുള്ള ഡാറ്റകൾ റിട്രീവ് ചെയ്യുന്ന ഇവിടെയൊക്കെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പവർ ബി ഐ അല്ലെങ്കിൽ നമ്മളുടെ പുറത്തുള്ള നമ്മുടെ ഏജന്റുകളിലേക്കൊക്കെ നമുക്ക് ഡാറ്റ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ സെർച്ച് കൺസോളിലെ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ സെർച്ച് കൺസോളിലെ ഡാറ്റനെ ആദ്യം നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം. ലൈവായിട്ടൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട്, എളുപ്പമുള്ള മാർഗങ്ങൾ. ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇത് കണ്ട് തലവെടുക്കേണ്ട, ഇത് മുഴുവൻ നമുക്ക് പഠിക്കേണ്ട. ഇത് ഗൂഗിൾ ക്ലൗഡാണ്, കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അവിടെ കാണിച്ചെന്നുള്ളൂ. കുറച്ച് ടൂളും എന്നോട് കാണിച്ചുതരാം. ഇത് നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ടൂളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഇന്ന ടൂളുകളൊന്നും ഞാൻ പറഞ്ഞ ഒരു ടൂളിനെ ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൂളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ ഇതേപോലെ തന്നെ ഇത് ക്ലസ്റ്ററിങ് ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക്കുള്ള ക്ലസ്റ്ററിങ്. ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ ഇൻ കേരള എന്ന് പറയുമ്പോൾ അതിനെ വെച്ചിട്ട് കുറച്ച് ക്ലസ്റ്റർ രൂപപ്പെടുത്തി വന്നിരിക്കുന്നതാണ്. ഉണ്ടോ ഓരോരോ ടോപ്പിക് ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റ് ഇൻ കേരള. അപ്പൊ അതിനകത്ത് എഴുതാവുന്ന ഒരു 4-5 ആർട്ടിക്കിൾസ് ഉണ്ടോ. ഓവർവ്യൂ ഓഫ് ഇലക്ട്രിക് സ്കൂട്ടർ പ്രൊവൈഡേഴ്സ് ഇൻ കേരള, ട്രെൻഡ്സ് ആൻഡ് ഗ്രോത്ത് ഇലക്ട്രിക് സ്കൂട്ടർ, ബെനിഫിറ്റ്സ് ഓഫ് ഇതൊരു ടോപ്പിക്. ഇതൊക്കെ നമുക്ക് നമ്മുടെ കണ്ടന്റ് മാപ്പിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ മെയിൻ ടോപ്പിക് ഇത്, അതിന് കീഴെ ഒരു 5 ആർട്ടിക്കിൾ, മറ്റൊരു ടോപ്പിക് ഇത്, അതിന് കീഴെ ഒരു 5 ആർട്ടിക്കിൾ, ഇങ്ങനെ നമുക്ക് ഇതാക്കാം. അപ്പൊ ഈ ക്ലസ്റ്റർ, ഈ ടോപ്പിക് ക്ലസ്റ്റർ രൂപപ്പെടുത്തേണ്ട ഒരു പടമൊക്കെ ഇവിടെ തന്നിട്ടുണ്ടാവും. വലുതാക്കി കാണാനായിട്ട് ഒരു ഇത്തിരി പ്രശ്നമുണ്ട്. കാണാൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ ടോപ്പിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. ഈ സംഭവം തന്നെയാണ് അവൻ അവിടെ കാണിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വേണം ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ടൂളുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ പൊതുവെ പേര് ടൂളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലസ്റ്ററിങ് ടൂളുകളൊക്കെ ഉണ്ട്. ഇല്ല, കോമൺ സെൻസിന് കാണാൻ കിട്ടും. നമ്മുടെ കീവേഡ് പ്ലാനറും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പീപ്പിൾ പുതിയ ആളുകൾ അന്വേഷിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വെച്ചിട്ടൊക്കെ കുറെ ഇതുണ്ട്. അതേപോലെ ടൂളുകൾ ഉണ്ടല്ലോ, വേറെ കുറച്ച് ബ്രഷ് അതേപോലത്തെ പല ടൂളുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ടത്. നമുക്ക് ഓരോ ടോപ്പിക് ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി അതിനകത്ത് ഏറ്റവും ഇതായിട്ട് ഇവിടെ 5 ഉള്ളൂ. നമുക്ക് അത്രയും പോരാ, 10, 15, 20 ആ ടോപ്പിക്ക് ഡിമാൻഡ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പടിയായിരിക്കും. എപ്പോഴും ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു ഇത്. ഇത് മറ്റൊരു ടോപ്പിക്കൽ മാപ്പിന്റെ ജനറേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള മാപ്പിന്റെ ജനറേറ്റ് ഒന്നുമല്ല. ഇവിടെയും ജസ്റ്റ് ഒരു ടോപ്പിക് ക്ലസ്റ്റേഴ്സ് ആണ്. ഓരോരോ ടോപ്പിക്കും അതിന് റിലേറ്റഡ് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടാവും എന്നുള്ള ഇത്. അതൊരു ടോപ്പിക്കൽ മാപ്പ് ആകുന്നില്ല, ജസ്റ്റ് ഒരു ക്ലസ്റ്ററിങ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റൊരു ടൂള് ഇവിടെ ഞാനിത് എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എവിടെ ലിങ്ക് ഉണ്ടായിരുന്നല്ലോ. യെസ്, ഇത് വേണം റെഫർ ചെയ്തോ. HRFന്റെ ഉള്ളിലേ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ ഞാൻ പറയില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉണ്ടാക്കാം. എന്നാൽ തുടങ്ങാൻ വേണ്ടിയിട്ട് HRFന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കൽ മാപ്പിന്റെ കുറച്ച് ടെംപ്ലേറ്റുകൾ കിടപ്പുണ്ട്. PDF ആയിട്ട്, ഡോക്യുമെന്റ് ആയിട്ട്, ഗൂഗിൾ ഷീറ്റ് ആയിട്ട്, എക്സൽ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? കാരണം ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ടേ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണാൻ പറ്റൂല. എനിക്ക് ഇമോജി ഇട്ടാലും ഒന്നും കാണാൻ പറ്റില്ല, കേൾക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ഇതായിട്ട് എടുക്കാം. ഇത് ഞാൻ ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഗൂഗിൾ വേണോ അത് ഗ്രൂപ്പില്? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും HRFന്റെ ഉള്ളിൽ. അല്ലെങ്കിൽ ഞാനിത് ലിങ്ക് വേണമെങ്കിൽ ഇടാം. അതിനകത്തൊന്ന് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ഇതുമൊന്ന് വേണമെങ്കിൽ തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഒരു മെയിൻ ടോപ്പിക് ഇവിടെ ഇട്ട് ഓരോ ആർട്ടിക്കിൾ ഐഡിയാസ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നു. ഇവര് URL കൊടുക്കുന്നുണ്ട്. പേജിന്റെ ടൈപ്പ് പുതിയതാണോ എക്സിസ്റ്റിംഗ് ആണോ. ചിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് കണ്ടന്റുകൾ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ ടോപ്പിക്കൽ മാപ്പിൽ കൊണ്ടുവരാം.
അത് എന്റെ ഒരു ഇതനുസരിച്ചാണെങ്കിൽ അതിന് മറ്റൊരു പ്ലാൻ ഉണ്ട്. വേറൊരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു പുതിയ പേജസുകൾ ചെയ്ത് പോകുന്നത് വേണ്ടി ഒരു ഷീറ്റും എക്സിസ്റ്റിംഗ് പേജുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്ലാനും ഉണ്ടാക്കുന്നതാണ് എന്റെ രീതി. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി കൊണ്ടുവരാം. അത് ഈ ഫീൽഡിലെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊന്നും ആയിരിക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടെ രീതി, എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും. കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് നിലവിലുള്ള ആളുകൾ ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുക, കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ആ പ്ലാറ്റ്ഫോമിലും പറഞ്ഞ് മനസ്സിലാക്കുക. ബാക്കി നമ്മളുടെ കോമൺ സെൻസ് അതിനോട് മിക്സ് ചെയ്യുക. നിലവിലുള്ള ടൂളുകൾ നമ്മുടെ പാകിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അല്ലാതെ ഇന്നതാണ് എന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാനത് സെപ്പറേറ്റ് ആണ് ചെയ്യാറ്. ഇങ്ങനെ എല്ലാത്തിനും കൂടി ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല. ചെറിയ സൈറ്റുകളൊക്കെയാണ് ഓക്കെ. അപ്പോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്താ URL ഇവിടെ കൊടുക്കാം, റെലവൻസ് ഇവിടെ കൂടുതലൊരു ബ്രാൻഡിന്റെ റെലവൻസ് സ്കോർ കൊടുക്കുകയാണ്. അതായത് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, എത്രത്തോളം ഇതിനനുസരിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല. അതായത് ഇതിന്റെ നമ്മളുടെ ഒരു ഇതിനോടനുസരിച്ചിട്ട് എത്രത്തോളം ഇതിന് നമ്മളുടെ ഒരു ഇതിനോട് ചേർന്ന് നിൽക്കുന്നു, നമ്മുടെ ബിസിനസ്സിനോട് എത്രത്തോളം അലൈൻഡ് ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് വേണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ നമ്മളല്ലാതെ തന്നെ നമ്മൾ ബൈ ഡിഫോൾട്ട് അത് അറേഞ്ച് ചെയ്താലും മതി. ഇവിടെ ഒരു സ്കോർ കൊടുത്ത് പോകണമെന്നില്ല. പിന്നെ ബിസിനസ് പൊട്ടൻഷ്യൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് നല്ലതാണ്. ചില ആർട്ടിക്കിൾസ് നമുക്കറിയാം റാങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ അതിനൊരു കുറച്ച് കൂടിയ സ്കോറൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് പൊട്ടൻഷ്യൽ, അതായത് ബിസിനസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ടോപ്പിക്കിൽ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മുടെ ആർട്ടിക്കിൾ എഴുതുന്നത്. മെയിൻ ഉദ്ദേശം നമ്മളുടെ ബിസിനസ് അടക്കാന്നുള്ളതാണ്. അപ്പൊ അതും കൂടിയും വേണം, നമ്മുടെ എല്ലാം വേണം, ഒരു മിക്സ് ആയിരിക്കണം. എല്ലാ കണ്ടന്റും നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. കാരണം നമ്മൾക്ക് അതോറിറ്റി വലുപ്പം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഒരേ സൈഡിൽ നമുക്ക് ടോപ്പിക്കിൽ അതോറിറ്റി ഉണ്ടാക്കുന്ന ആർട്ടിക്കിൾസും വേണം, മറു സൈഡിൽ അതോടൊപ്പം തന്നെ ബിസിനസ് ഉണ്ടാക്കുന്ന ആർട്ടിക്കിൾസ് വേണം. ഇതിനൊരു മിക്സ് ആയിരിക്കണം എപ്പോഴും നമ്മളുടെ വെബ്സൈറ്റ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇത് മാത്രമായിട്ട് ഇപ്പൊ ടോപ്പിക്കിൽ അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ കുറെ ആർട്ടിക്കിൾസ് എഴുതി ലക്ഷക്കണക്കിന് ആൾക്കാർ സൈറ്റിൽ വരും, പക്ഷെ ഒരൊറ്റ ബിസിനസ് നടക്കില്ല. മറുസൈഡിൽ ഇപ്പം ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറെ ആർട്ടിക്കിൾസ് ഇട്ട്, പക്ഷെ ടോപ്പിക്കൽ അതോറിറ്റി ഇല്ല, ഒന്നുമില്ല, റാങ്ക് ചെയ്യുന്നില്ല, ആൾക്കാരും വരുന്നില്ല, ബിസിനസ്സും ഇല്ല. അതുകൊണ്ടാണ് ഇതിന്റെ മിക്സ് വേണമെന്ന് പറഞ്ഞത് എപ്പോഴും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോളം ഇട്ടിട്ടുണ്ട്. ഈ പ്രയോറിറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രയോറിറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ ഒക്കെ കൊടുക്കാം. ഇത്രയും ഇത് വേണമെന്നില്ല. ഇതൊക്കെ വെറുതെ ഒരു ഇതിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി പോവാം. ഓക്കെ. പിന്നെ സ്റ്റാറ്റസ്, ഇവര് സ്റ്റാറ്റസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ, സ്റ്റാർട്ടഡ്, പ്രൊഡക്ഷൻ, റിവ്യൂ, അത് നിങ്ങൾക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം. കണ്ടന്റ് റൈറ്റർക്ക് കൊടുത്തോ, കണ്ടന്റ് റൈറ്ററിൽ നിന്ന് കിട്ടിയോ, അങ്ങനത്തെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തട്ടുള്ള രീതിക്ക് കൊടുക്കാം. എന്ന് കിട്ടി, ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം കൊടുക്കാം. ഈ ടോട്ടൽ വോളിയം ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ ഏകദേശം എത്രത്തോളം വോളിയം ഉണ്ട്, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ അത്ര കൺസിഡർ ചെയ്യാറില്ല സെർച്ച് വോളിയത്തിനും മറ്റൊന്നും. എന്റെ രീതിയാണ് പറഞ്ഞത്. ഞാൻ വോളിയത്തിനൊട്ടും ഒട്ടും നോക്കാത്ത രേഷ്യ അങ്ങനെ എഴുതും, അത്രയും. പിന്നെ കുറച്ച് കോമ്പറ്റിറ്റർ വെച്ചിട്ട് ഉള്ള കോമ്പറ്റിറ്ററിൽ ഏകദേശം അതിനകത്ത് എത്ര പേജസ് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഏകദേശം എത്ര ട്രാഫിക് ഉണ്ട് എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് കോമ്പറ്റിറ്ററിനെ കൂടി വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് കോമ്പറ്റിറ്ററിനെ കൊണ്ടുവരാതിരിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞത് ഇത് ഓരോരുത്തരുടെയും യുക്തത്തിനനുസരിച്ച് എഴുതുക. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങൾ ടോപ്പിക്കൽ മാപ്പ്, ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാന്ന് എനിക്ക് പറയുള്ളൂ. ഞാൻ പറയുന്നത് കുറച്ചും കൂടി കണ്ടന്റ് റൈറ്റർക്ക് എന്ന് കൊടുത്തുന്നു, കണ്ടന്റ് റൈറ്ററിൽ നിന്ന് കിട്ടി എന്നുള്ളതും, അതിനെത്ര ചെലവാ വേണമെന്നുണ്ടല്ലോ, ക്യാഷ് ചെലവ് പെർ ആർട്ടിക്കിളിന് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഇത് എഴുതുക. ടോൺ വേണമെങ്കിൽ ടോണിന്റെ കാര്യം കൊണ്ടുവരിക. പിന്നെ നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തോ ഇല്ലയോ, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡേറ്റിനാണ് ആ ഡേറ്റ് കൊണ്ടുവരിക. പിന്നെ ടോൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് അത് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഇത് കൊണ്ടുവരിക. ഇമേജിന്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഇമേജിന്റെ ലിങ്ക്, ഇമേജിന്റെ ഇത് അത് ആവശ്യമുണ്ടെങ്കിൽ ഇത്, ഇൻഫോഗ്രാഫിക് ആവശ്യമുണ്ടെങ്കിൽ അത്. കുറച്ചും കൂടി ഈ കാണുന്ന കാര്യങ്ങൾ ഈ വെറുതെ വേണ്ടാത്ത ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പ്രിഫറൻസ് ഞാൻ പറയുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഇഷ്ടത്തിന് ഉണ്ടാക്കുക. ഓക്കെ ആണോ ഈ ടോപ്പിക്കൽ മാപ്പ് കണ്ടപ്പോ? ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് അത്രേ ഉള്ളൂ ഈ ടോപ്പിക്കൽ മാപ്പ്. ഓക്കെ അല്ലേ? ഇത് ക്ലോസ് ചെയ്യാലോ. ഞാൻ ഈ ലിങ്ക് ഗ്രൂപ്പിലിടാം, അത് നോക്കിയിട്ട് ഈ വേണമെന്നുള്ളൂ എനിക്ക്. ഇത് ക്ലോസ് ചെയ്യാം. ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടൂളുകളാണ്. ഇത് വെറുതെ ഞാനിവിടെ എടുത്തു വെച്ചെന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര സ്ഥലത്ത്
ഇതിന്റെ ഇത് കഴിഞ്ഞു, ഇനി ഇന്നുണ്ടാവില്ല, അത് പോട്ടെ, ഇത് വേണ്ട. ഇത് നോക്കിയാൽ നേരത്തെ പോലെ തന്നെ ഇവിടെ അതിന്റെ ഒരു ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതായത് അത് റിലേറ്റഡ് ആയിട്ട് അത് സജസ്റ്റ് ചെയ്യുന്ന കുറെ ആർട്ടിക്കിൾസ് അത് സജസ്റ്റ് ചെയ്യും. ഞാൻ ഇപ്പുറം കാണിച്ച ഈ സാധനങ്ങളൊക്കെ പോലെ തന്നെ. അപ്പൊ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ടൂളുകളുണ്ട് ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ ടോപ്പിക് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇത് ടോപ്പിക്കൽ ക്ലസ്റ്റർ ടൂളാണ്, ഇതൊരു ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റർ ആണ്. ഏതാണ്ടൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഈ ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോപ്പിക് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ഭാഷയിൽ ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സിനെ നല്ലൊരു ഫയലിൽ നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഫയലിനെ നമുക്ക് ടോപ്പിക്കൽ മാപ്പ് ഫയൽ എന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്തെല്ലാം വേണം എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടേതായ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. പിന്നെ ഇതെന്താണ്, എന്തോ വേണ്ട, ഇത് ജസ്റ്റ് ഞാൻ ഈ ഓരോ റെലവൻസി പറഞ്ഞല്ലോ, ഓരോ ആർട്ടിക്കിളും മറ്റൊന്നിനോട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ഏകദേശം നമ്മുടെ ഈ മുമ്പത്തെ ടോപ്പിക്കൽ റെലവൻസും മറ്റൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വെക്ടർ സ്പേസിലെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു ഇമേജ് കണ്ടപ്പോൾ എടുത്തു വെച്ചെന്നുള്ളൂ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 വിധത്തിൽ, ഇത് 4 ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഇത് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ സാധനം, ഈ ഡോട്ട് പ്രോഡക്റ്റ്? കേട്ടവരാരെങ്കിലും ഉണ്ടെന്ന് പറയാമോ? കാരണം ഇമോജി ഇട്ടാൽ ഞാൻ കാണില്ല കേട്ടോ, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. ഇല്ലേ? ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫോർമുല കണ്ടിട്ട് ഒരു വരയ്ക്കും പരിചയമില്ലേ? ബിടെക് പഠിച്ചാലും ഇല്ലേ കൂടുതൽ? ഇപ്പൊ പോട്ടെ, നമ്മളെ കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. എന്താണ് ഈ കൊസൈൻ ഡിസ്റ്റൻസ്, അത് കൊസൈൻ സിമിലാരിറ്റി, അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നതാണ് 2 നോഡുകൾ, 2 എൻറ്റിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ 2 ടോപ്പിക് എന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയും. അപ്പൊ അത് രണ്ട് പല കോണ്ടെക്സ്റ്റുകൾ വരും കേട്ടോ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി വൈസ് വരും, സെന്റൻസ് വൈസ് വരും, ടോപ്പിക് വൈസ് വരും, ഡോക്യുമെന്റ് വൈസ് വരും. ഒരു വെബ്സൈറ്റിൽ ഒരു പേജും മറ്റൊരു പേജും അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു എൻറ്റിറ്റിയും ഒരു എൻറ്റിറ്റിയും അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു വെബ്സൈറ്റും മറ്റൊരു വെബ്സൈറ്റും അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു പ്ലേസും മറ്റൊരു പ്ലേസും അത് തമ്മിലൊരു ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. എല്ലാം ഒരു പാരഗ്രാഫും മറ്റൊരു പാരഗ്രാഫും എല്ലാം തമ്മിൽ ഒരു റെപ്രസെന്റേഷൻ വരും ഈ വെക്ടേഴ്സിൽ. അപ്പോ ഇതിന്റെ ഡിസ്റ്റൻസ് കണക്കൂട്ടാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് കൊസൈൻ സിമിലാരിറ്റി എപ്പോഴും കേൾക്കുന്നുണ്ടാവും. അത് ഈ ഡിസ്റ്റൻസ്, ഇതൊരു ഗ്രാഫ് പോലത്തെ ഒരു റെപ്രസെന്റേഷൻ, ഇത് സിമാറ്റിക് സ്പേസ് എന്നൊക്കെ പറയും, വെക്ടർ സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ നോഡ് ഇവിടെ ഉണ്ട്, ഈ നോഡ് ഇവിടെ ഉണ്ട്. ഇത് തമ്മിലുള്ള ഈ ഇതുണ്ടല്ലോ ആംഗിൾ ഡിഫറൻസ്, അതാണ് എപ്പോഴും കൊസൈൻ സിമിലാരിറ്റി, കൊസൈൻ ഡിസ്റ്റൻസ് നോക്കുന്നത്. ഡിസ്റ്റൻസ് കുറയും തോറും സിമിലാരിറ്റി കൂടും. ആംഗിളിന്റെ ഇതാണ് കേട്ടോ. അതായത് ഈ അടുപ്പം വേണമെന്നില്ല, ഈ 2 നോഡ് തമ്മിലുള്ള ഈ ഡയറക്റ്റ് ഡിസ്റ്റൻസ് കൂടിയാലും അവരുടെ ആംഗിളിന്റെ ഡിഫറൻസ് കുറഞ്ഞാൽ അത് സിമിലർ ആയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ് കൊസൈൻ സിമിലാരിറ്റി. അതേപോലെ തന്നെ ഞാൻ ഇടക്കിടക്ക് പറയാറുള്ള യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണിത്, സ്ക്വയർഡ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ല കണക്കൂട്ടുക, ഇത് ഈ നോഡും തമ്മിലുള്ള നേരെയുള്ള ഡിഫറൻസ് ആണ് കണക്കൂട്ടുക. നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് വരിക. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇതിൽ നിന്ന് ഈ ലൈനിലേക്ക് എടുത്തിട്ട് ഈ സാധനം, അതായത് ഇത് ഒറ്റ ലൈനിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ ഡിസ്റ്റൻസ് വരിക. ഇത് ഇങ്ങോട്ടേക്ക് ഈ ലൈനിലേക്ക് വരുന്തോറും ഈ ഡിസ്റ്റൻസ് കുറയും, ഇത് താഴേക്ക് വരുന്തോറും ഈ ഡിസ്റ്റൻസ് കുറയും. ഏതാണ്ട് ഈ കൊസൈൻ ഡിസ്റ്റൻസും ഈ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡിസ്റ്റൻസും ഏകദേശം പലപ്പോഴും ചെറിയ രീതിയിൽ മാച്ച് ആയി പോകും. പലപ്പോഴും ഇതിനകത്ത് ഡിസ്റ്റൻസ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ തോന്നും കേട്ടോ. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും, നിർബന്ധിതരാവും നിങ്ങൾ ഇന്നലെ നാളെ ഇതൊക്കെ പഠിക്കാനായിട്ട്. ഈ ഫോർമുല ഒന്നും പഠിക്കണ്ട. ഇതിന്റെ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡോട്ട് പ്രൊഡക്റ്റില് അതൊരു കൊസൈൻ സിമിലാരിറ്റി, കൊസൈൻ ഡിസ്റ്റൻസ് കുറയും. ശരിക്കും പറഞ്ഞാല് ഇവന്റെ ആംഗിൾ കുറയുന്നുണ്ട്, കൊസൈൻ ഡിസ്റ്റൻസ് കുറയും. പക്ഷെ ഇവന്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കൂടും. അതായത് ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളിലാണ് എടുക്കുന്നത്. കൊസൈൻ സിമിലാരിറ്റി ഒരു ഘട്ടത്തിലെടുക്കും, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് മറ്റൊരു ഘട്ടത്തിലെടുക്കും. ഈ മാൻഹട്ടൻ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഇതും എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഏത് ഏരിയയിലൊക്കെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തതയൊന്നുമില്ല. എനിക്ക് ഇത് മൂന്നും കറക്റ്റായിട്ട് എവിടേക്കാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയുണ്ട്. ഇത് ശരിക്കും നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത്ര തന്നെ. പക്ഷെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ സംഭവം. മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്തായാലും ഈ 4 രീതിയിലാണ് വെക്ടറിൽ ഡിസ്റ്റൻസുകൾ അളക്കുന്നത്.
അത് ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കണ്ടോ ഇപ്പൊ ഇതൊരു നോഡ് ചിക്കൻ, ഇത് കാറ്റിന്റെ നോഡ്, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ നേരത്തെ ആ ഒരു കാൽക്കുലേഷനാ പിന്നെ വരിക. ഇതൊരു നോഡ് പൂച്ചയുടെ, ഇതൊരു നോഡ് ചിക്കൻ എന്നുള്ള വാക്കിന്റെ. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്ക് കൂട്ടുന്നത് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കും, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കും, അതിന്റെ ഇടയിലുള്ള ഒരു ആ എന്താ പറയുക ആംഗിളിന്റെ ഇതെടുത്ത് ആ കൊസൈനായി. നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ യൂക്ലിഡിയനായി. ഇങ്ങനെ തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും നോക്കുക. കാരണം ഇതിനകത്ത് ആപ്പിൾ എന്നുള്ളത് ഒരു എൻറ്റിറ്റി വേറെ ഉണ്ട്, അത് ഈ ആപ്പിളാണ്. ഈ ആപ്പിൾ മറ്റൊരു എൻറ്റിറ്റി വേറെ ഉണ്ട്, അത് നമ്മുടെ ഡിസ്റ്റൻസ് വേറെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏകദേശം മനസ്സിലാക്കിയിട്ടാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഫസ്റ്റ് ഞാൻ ഇന്നത്തെ സംഭവം ഒരു PPT പരികൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത്, അത്ര തൃപ്തികരമല്ലാത്തൊരു PPT. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ടോപ്പിക്കൽ മാപ്പ് ഇൻ SEO എന്ന് പറഞ്ഞാൽ, ടോപ്പിക്കൽ മാപ്പ് ഇൻ SEO ഇസ് എ സ്ട്രക്ചേർഡ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ റെലവന്റ് ടോപ്പിക്സ് ആൻഡ് സബ് ടോപ്പിക്സ്. അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കിന്റെയും സബ് ടോപ്പിക് വൈസ് ഉള്ള എല്ലാത്തിന്റെയും ഒരു സ്ട്രക്ചേർഡ് റെപ്രസെന്റേഷൻ ഫയൽ, അതാണ് ടോപ്പിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ സിമാൻറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ, അതായത് വളരെ റിലവന്റ് ആയിട്ടുള്ളത് അടുത്തടുത്ത് വരികയും അത് തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെടുകയും ചെയ്തത്, അത് ഇന്റേണൽ ലിങ്കിങ്, അതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ആ സിമാൻറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുക, അത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഇന്റേണൽ ലിങ്കിങ് ഒക്കെ ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അതിന്റെ അതോറിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഉറപ്പായിട്ടും പബ്ലിഷിംഗ് ഫ്രീക്വൻസി നമ്മളത് കൺസിഡർ ചെയ്യണം. അത് ടോപ്പിക്ക് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മളുടെ ക്ലയന്റിന്റെ പോക്കറ്റ് കൂടി അനുസരിച്ച് വേണം പബ്ലിഷിംഗ് ഫ്രീക്വൻസി ഇതാക്കാനായിട്ട്. ബാക്കി നമ്മൾ കണ്ടന്റ് എഴുതുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ഫാക്ടേഴ്സ്. പിന്നെ അതേപോലെ തന്നെ സിമാറ്റിക്കൽ ഫ്ലോ ആൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ലോജിക്കൽ പ്രോഗ്രഷൻ ഫ്രം ക്ലൗഡ് ടു സ്പെസിഫിക് ടോപ്പിക്, എസ്റ്റാബ്ലിഷ് ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോപ്പിക്സ് ആൻഡ് സബ് ടോപ്പിക്സ്, യൂസ് എൻറ്റിറ്റി SEO ടു അലൈൻ വിത്ത് സെർച്ച് എഞ്ചിൻ പ്രോസസ്സിംഗ്. അതായത് ഇതെല്ലാം നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കണ്ടന്റിന്റെ കണ്ടന്റ് അല്ല, നമ്മുടെ ഓരോ ടോപ്പിക്കുകളുടെയും ആ ഒരു ഫ്ലോ, അത് തമ്മിലുള്ള കണക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇടണം. അതിന് നിങ്ങളുടെ മുമ്പുള്ള ടോപ്പിക്കൽ റെലവൻസും ടോപ്പിക്കൽ അതോറിറ്റി സിമാൻറ്റിക്കൽ കണ്ടന്റ് നെറ്റ്വർക്കിനെ കൊടുത്തുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ടോപ്പിക്കൽ അതോറിറ്റിയുടെ കേസ് പറഞ്ഞാൽ അവരോട് കീ ടോപ്പിക്സ്, അതായത് ഒരു ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിപ്പിക്കുന്നതല്ല, അതിനകത്തുള്ള എല്ലാ കീ ടോപ്പിക്സിനും കവർ ചെയ്യുക. അതേപോലെ തന്നെ അതൊരു ഡെപ്ത്, ഓരോ ടോപ്പിക്കിന്റെയും ഡെപ്തും ബ്രെഡ്ത്തും പരത്തി എഴുതുകയും ഉള്ളിലേക്ക് വിശദമായിട്ട് ആഴ്ന്നിറങ്ങ് ചെയ്യുകയും, അത് എൻറ്റിറ്റിയാണ് ഇത് പരിശോധിക്കുന്നതെന്ന് ഓർക്കുക. ബ്രെഡ്ത്തും ഡെപ്തും കണക്കൂട്ടാൻ എപ്പോഴും എൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുക. അപ്പൊ എൻറ്റിറ്റി വൈസ് ആണ് അവിടെ എപ്പോഴും ചിന്തിക്കുക ഈ ഒരു കണ്ടന്റിന്റെ ഡെപ്തും ബ്രെഡ്ത്തും കണക്കൂട്ടാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ സംഭവം ഇന്റർലിങ്ക് കണ്ടന്റ് ടു റീൻഫോഴ്സ് അതോറിറ്റി. അതേപോലെ ഇത് പ്രത്യേകിച്ച് ഇത് പറയാനുള്ള പബ്ലിഷിംഗ് ഫ്രീക്വൻസി, അത് നിങ്ങൾ തീരുമാനിക്കുക. അത്ര ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് മാസം 30 ആർട്ടിക്കൽ എഴുതണം തോന്നും, പക്ഷെ ക്ലയന്റിന്റെ അത്ര പൈസ ഇല്ലെങ്കിൽ എന്ത് തരും? കാരണം കണ്ടന്റ് റൈറ്റർക്കും അല്ല അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ചിലവാക്കണമല്ലോ. അത് ഡിപ്പെൻസ്. നമ്മൾക്ക് എന്നാലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കണം നമ്മളുടെ ക്ലയന്റിനോട് മന്ത്ലി ഇത്ര എഴുതിയാൽ നല്ലതായിരിക്കും. കാരണം ഈ ടോപ്പിക്കിൽ ഏകദേശം ഇത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റുകൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കണ്ടന്റുകൾ എഴുതേണ്ടി വരുമെന്നൊക്കെ. പിന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓൺ പേജിന്റെ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എപ്പോഴും ആ ഒരു ടോപ്പിക്കൽ മാപ്പിലേക്ക് കൊണ്ടുവന്നത് നല്ലതാണ്. URL, ടൈറ്റില്, ഇമേജ്, ഇന്റേണൽ ലിങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവന്നാൽ നല്ല കാര്യങ്ങളാണ്. ഇത്ര കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്ന സാധനങ്ങൾ ആ 1ഉം 2ഉം കാര്യങ്ങളാണ്. അതായത് ആ കോർ ടോപ്പിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പല ആൾക്കാർ വീക്കായി പോകുന്നത് അവിടെയാണ്. കോർ ടോപ്പിക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പകരം വളരെ ബ്രോഡ് ആയിട്ടുള്ള, വളരെ ദൂരെ നിൽക്കുന്ന ഒരു ടോപ്പിക്കാരും, അത് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യണേ. അപ്പൊ അത് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നമ്മുടെ ഒരു ബുദ്ധി വേണം. രണ്ടാമത് അതിൻ്റെ ഉള്ളിൽ ആ സബ് ടോപ്പിക്കും ക്ലസ്റ്റേഴ്സും മനസ്സിലാക്കുന്നതിൽ നമ്മുടെ മറ്റൊരു ബുദ്ധി വേണം. അവിടെ കുറച്ച് റിസർച്ച് കൂടി ആ ഏരിയയിലാണ് കടന്നു വരുന്നത്. കീവേഡ് പ്രകാരം കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസും മറ്റു കാര്യങ്ങളും അവിടെ കടന്നു വരുന്നു. അതിനുശേഷം നമ്മുടെ കോമൺ സെൻസ് ആണ് ഇതിനെ വളരെ ഓർഗാനിക്കലി, ഹൈറാർക്കിക്കലി, അതിനൊരു നല്ല ഫ്ലോയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുക. ഇതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ട് നമ്മൾ കീവേഡ് റിസർച്ച് നടത്തണം. കീവേഡ് റിസർച്ച് നടത്തിയാലാണ് പ്രോപ്പർ ആയിട്ടുള്ള ടൈറ്റിൽ, അതേപോലെ URL സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിമാറ്റിക്കലി റെലവന്റ് ആയിട്ടുള്ള മറ്റ് കീവേഡ്സ്, LSI കീവേഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നാലാണ് കിട്ടുക. പിന്നെ കണ്ടന്റ് കലണ്ടർ ഉറപ്പായിട്ടും അത്
ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം. പിന്നെ ഒരു ഡേറ്റ് വൈസ് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതും കൂടി വേണമെങ്കിൽ ഈ ടോപ്പിക് മാപ്പിലേക്ക് ഇടുക. പിന്നെ ഇത് മോണിറ്റർ ചെയ്യുക, ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഇത്രയും കാര്യങ്ങൾ. അതിന്റെ ഒരു ബ്രീഫ് അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൂ ഇതിനകത്ത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു ചെറിയ റെപ്രസെന്റേഷൻ ആണ് ഈ സംഭവം. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.